السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 235 ആയത്താണ് കവർ ചെയ്തത് അല്ലേ. അപ്പം ഇദ്ദയുടെയും ഇദ്ദയുമായിട്ട് ബന്ധപ്പെട്ട കുറേ റൂളുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇപ്പം ഒരു സ്ത്രീയും പുരുഷനും വിവാഹം ചെയ്യുമ്പം അവരുടെ വിവാഹം നടക്കുമ്പം ചില കാര്യങ്ങളുണ്ട് ആ നിക്കാഹിന്റെ സമയത്ത് ഉണ്ടാവേണ്ട അല്ലെങ്കിൽ പ്രസന്റ് ആയിരിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് ആ നിക്കാഹ് വാലിഡ് ആവാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തത് ആ ഒരു സ്ത്രീയുടെ വലിയില്ലാതെ ഒരു സ്ത്രീയുടെ വിവാഹം സാധുവാകില്ല, അത് ഇസ്ലാമികമായിട്ട് അക്സെപ്റ്റബിൾ അല്ല. പിന്നെ സാക്ഷികൾ വേണം. ആ വിവാഹത്തിന്റെ ഉടമ്പടിക്ക് സാക്ഷികൾ വേണം. വിവാഹത്തിന്റെ കോൺട്രാക്ട് വേണം. കോൺട്രാക്ട് എന്ന് പറയുന്നത് അതിങ്ങനെ എഴുതി ഒപ്പിട്ട കോൺട്രാക്ട് ഒന്നും ആയിക്കൊള്ളുന്നില്ല. വലിയ പറയുന്ന എൻ്റെ മോളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്നുള്ള പോലെയുള്ള ആ ഒരു വാക്കുകൊണ്ടുള്ള വേർബലി അത് പറയലും, പുരുഷൻ അതായത് ഈ കല്യാണം കഴിക്കുന്ന പുരുഷൻ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയലും, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അടുത്ത് സമ്മതം ചോദിക്കുക, അങ്ങനെയുള്ള ആ ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള അത് വാക്കാലെയുള്ള കോൺട്രാക്ട് ആണെങ്കിലും, അതായത് ഉഖ്ദത്തുൻ നിക്കാഹ്, അത് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ട ഒരു കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മഹർ അല്ലെ. മഹർ ഇല്ലാതെ വിവാഹം നിക്കാഹില്ല. പുരുഷൻ സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു വിവാഹത്തിന്റെ മൂല്യം അല്ലെ, അല്ലെങ്കിൽ ഗിഫ്റ്റാണ് എന്ത് മഹർ എന്ന് പറയുന്നത്. നമുക്ക് ഇസ്ലാമിലെ ഡൗറി എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ ഇല്ല എന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മളുടെ കൾച്ചറലായിട്ട് മറ്റു കൾച്ചറുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ പോലെയുള്ള ഈ ഒരു ഈസ്റ്റേൺ അല്ലെങ്കിൽ ദേശീയ കൾച്ചറുള്ള രാജ്യങ്ങളിൽ ഇതുപോലെ പല മറ്റ് കൾച്ചറുകളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സ്ത്രീധനം എന്ന് പറയുന്നത് അല്ലെ. അതായത് ഒരു കല്യാണം നടക്കുമ്പോൾ പെണ്ണ്, അതായത് സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഇന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. അത് ചില സ്ഥലങ്ങളിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ട് വിവാഹത്തിന്റെ സമയത്ത് എന്തെങ്കിലും നമുക്ക് ഇരുന്ന് സംസാരിക്കണ്ടേ, എന്ത് കൊടുക്കും എന്നുള്ള സ്റ്റൈല് പറഞ്ഞിട്ട് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ചിലത് അത് എഴുതപ്പെടാത്ത പറയപ്പെടാത്ത ഒരു നിയമമാണ്. ആ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഭവിഷ്യത്തുകൾ ഉണ്ടാവുന്ന രീതിയിൽ നടക്കുന്നുണ്ട് അല്ലെ. അത് പലതും ആവാം, ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്റ്റൈലാണ്. ചിലർക്ക് വീട്ടിലേക്ക് വരുമ്പം സാധനങ്ങൾ കൊണ്ടുവരണം എന്നാണ് അല്ലെ. ഇത്ര ബെഡ്ഷീറ്റ് കൊണ്ടുവരണം, ഇത്ര ബാഗ് കൊണ്ടുവരണം, ഫ്രിഡ്ജ് കൊണ്ടുവരണം, അലമാരി കൊണ്ടുവരണം, അങ്ങനെയുള്ളതുണ്ട്. സ്വർണം കൊണ്ടുവരണം എന്നുള്ളതുണ്ട്, കാറ് കൊണ്ടുവരണം എന്നുള്ളതുണ്ട്, പൈസ കൊണ്ടുവരണം എന്നുണ്ട്, അല്ലെങ്കിൽ സ്വത്തുകൾ എന്തെങ്കിലും അത് വേണമെന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത്രയും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവളെ അല്ലെ സ്വീകരിക്കൂല എന്ന് പറയില്ല, പക്ഷെ അവളെ ഉപദ്രവിക്കും. ആ രീതിയിൽ കുറെ അൽഹംദുലില്ലാ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഇത് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. ഇത് ഇസ്ലാമിന് കംപ്ലീറ്റ്ലി എതിരാണ്. സ്ത്രീക്ക് ഒന്നും കൊണ്ടുവരാതെ വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരാനുള്ള അവകാശം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും, ഒരു ടവല് പോലും, അല്ലെങ്കിൽ ഒരു കുഞ്ഞു മോതിരം പോലും, അതല്ലെങ്കിൽ മുടി ചെയ്യുന്ന ചീർപ്പ് പോലും കൊണ്ടുവരാതെ ഫുൾ എംപ്റ്റി ഹാൻഡഡ് ആയിട്ട് കയ്യിലൊന്നും ഇല്ലാതെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അവൾക്ക് വരാം. ഇസ്ലാം അതിനെ അനുവദിക്കുന്നുണ്ട്. എല്ലാം അവൾക്ക് കൊടുക്കേണ്ടത് ആരാണ്? ഭർത്താവ് അല്ലെ. പല്ലിൽ കുത്തുന്ന ആ ഒരു ഇത് സൂചി മുതൽ എന്തൊക്കെ വേണോ അതെല്ലാം ഭർത്താവാണ് അവൾക്ക് കൊടുക്കേണ്ടത്. മാത്രമല്ല, അത് കൊടുക്കുന്നതിന് പുറമെ വിവാഹത്തിന്റെ സമയത്ത് അവൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഭർത്താവ് അങ്ങോട്ട് കൊടുക്കണം അല്ലെ, മഹർ, നിക്കാഹിന്റെ സമയത്ത്. സുബ്ഹാനല്ലാഹ്. അപ്പം എത്രയായിരിക്കണം മഹർ? അത് ക്യാഷ് ആയിരിക്കണോ അല്ലെങ്കിൽ സ്വർണം ആയിരിക്കണോ അല്ലെ? കാരണം നമുക്ക് അഗൈൻ അത് കൾച്ചറാണ്. നമ്മൾ ഓരോ നാട്ടിൽ ഓരോ സ്റ്റൈലിലാണ് അത് നടക്കുന്നത്. പക്ഷെ ഇസ്ലാമികമായിട്ടുള്ള മഹർ എന്ന് പറയുന്നത് പുരുഷന് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന എന്തും, ആ ഒരു പുരുഷന് അവന്റെ കഴിവിനനുസരിച്ചുകൊണ്ട് അവന് എഫോർഡ് ചെയ്യാൻ പറ്റും, അവന് താങ്ങാൻ പറ്റുന്ന എന്തും. അത് ഇനി വീട് കൊടുക്കണമെങ്കിൽ വീട് തന്നെ കൊടുക്കാം, കാറ് കൊടുക്കണമെങ്കിൽ കാറ് കൊടുക്കാം, ഗോൾഡ് കൊടുക്കണമെങ്കിൽ ഗോൾഡ് കൊടുക്കാം, ക്യാഷ് കൊടുക്കണമെങ്കിൽ ക്യാഷ് കൊടുക്കാം, പാത്രങ്ങൾ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ഇനി ഒന്നും വേണ്ട, ഒരു സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക ഭാര്യ, അവളുടെ ഇനി അങ്ങോട്ടുള്ള ഫീസ്, കോളേജിലെ ഫീസോ സ്കൂളിലെ ഫീസോ എന്താന്ന് വെച്ചാൽ അത് ഞാൻ കെട്ടിക്കോളാം എന്ന് പറയുകയാണെങ്കിൽ അതും മഹറാവാം. ഓക്കെ.
അപ്പം മെഹർ എന്ന് പറയുന്നത് ഇന്നതെന്നില്ല, അവന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. പക്ഷേ അത് ഭാര്യ ഓക്കെ ആയിരിക്കണം, എഗ്രീഡ് അപ്പോൺ ആയിരിക്കണം. അവരുടെ ഇടയിൽ ഭർത്താവിനും ഭാര്യക്കും ഭർത്താവ് കൊടുക്കാമെന്നും ഭാര്യ അത് എനിക്ക് ഓക്കെ ആണെന്നും എഗ്രി ചെയ്തിരിക്കണം. ഇപ്പൊ സപ്പോസ് ഭാര്യയുടെ വാപ്പ വലിയായിട്ടുള്ള വ്യക്തി പറയാണ്, എൻ്റെ മോളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഇത്ര തരണം, ഇത്ര ലക്ഷം അല്ലെങ്കിൽ ഇത്ര കോടി തരണം എന്നൊക്കെ പറയുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് അങ്ങനെ ഒരു ബാധ്യത ഇല്ല. കാരണം ഒന്ന് ഒരു കണ്ടീഷൻ എന്താണ്, അവന് അത് അഫോർഡ് ചെയ്യാൻ, അവന് താങ്ങാൻ പറ്റണം. എത്രത്തോളാണ് അവന് കൊടുക്കാൻ പറ്റുക അതായിരിക്കണം. പ്ലസ് അത് അവർ തമ്മിൽ എന്താ പറയാ ഓക്കെ ആയിട്ടുള്ള എഗ്രിയബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടും ആയിരിക്കണം. അതായത് ഈ കിട്ടുന്ന സ്ത്രീ അതുകൊണ്ട് ഹാപ്പി ആയിരിക്കണം. ഓക്കെ. ഇനി ഒരു പുരുഷന് ഒന്നും കൊടുക്കാൻ പറ്റൂല എന്ന് വെക്കുക, അവൻ്റെ കയ്യിൽ ഒരു മൂല്യമുള്ള സ്വത്ത് പോലെയുള്ള അല്ലെങ്കിൽ പൈസ പോലെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാന്നിരിക്കുക. പക്ഷെ അവന് ഓഫർ ചെയ്യാണ്, ഞാൻ നിന്നെ ഇന്ന ഇൽമ പഠിപ്പിച്ചു തരാം, എന്തെങ്കിലും ഒരു നോളജ്. ആൻഡ് ഈ സ്ത്രീ ഓക്കെ ആണ്, അൽഹംദുലില്ലാ ഞാൻ അതിന് ഓക്കെയാണ്, ഇതൊരു മെഹറായിട്ട് സ്വീകരിക്കാൻ. അങ്ങനെയാണെങ്കിൽ അതും അനുവാദ്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അവൻ പറയാണ്, എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ആയിട്ടൊന്നും തരാനില്ല, അല്ലെങ്കിൽ എന്ത് സാധനമായിട്ടൊന്നും തരാനില്ല, ഞാൻ ഖുർആൻ മുഴുവനും പഠിച്ചിട്ടുണ്ട്, മേ ബി ഈവൻ അവനൊരു ഹാഫിള് ആയിരിക്കും, സുബ്ഹാനല്ലാഹ്. എനിക്ക് ഇജാസയുണ്ട്, അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, നിന്നെ പഠിപ്പിച്ചു തരാം, നിനക്ക് ഇജാസ തരാം, സുബ്ഹാനല്ലാഹ്. അതായിരിക്കും എൻ്റെ മെഹർ. അവൾക്ക് അത് ഓക്കെ ആണെങ്കിൽ അതും ഒരു മെഹർ എന്ന നിലയിൽ സ്വീകാര്യമാണ്. ചിലപ്പം അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 10 വർഷം എടുത്തെന്ന് വരാം, എന്നാലും അത് ഓക്കെയാണ്, അവളും അതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, വലിയും അവളും ഒക്കെ അതിന് ഓക്കെ ആണെന്ന് ഉണ്ടെങ്കിൽ. അപ്പം എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ള ഒരു ഗിഫ്റ്റ്. ഓക്കെ. കാരണം ഖുർആനിലും സുന്നത്തിലും മെഹർ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇന്നതാണെന്ന് പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇനി കല്യാണം കഴിഞ്ഞിട്ട് സ്ത്രീ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് അവളുടെ പേരൻസിന് അവൾക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാം. ഓക്കെ. കാരണം അവർക്ക് പ്രിയപ്പെട്ടതാണല്ലോ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ മകളുടെ, അത് മൂത്തതായിക്കോട്ടെ ഇളയതായിക്കോട്ടെ നടുവിലത്തതായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുകയാണ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. നമുക്ക് മനുഷ്യ സഹജമായിട്ട് നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കും, അല്ലേ? ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം നടക്കുമ്പോൾ അത് അവർക്ക് കൊടുക്കാം. പാരൻസിന് അവൾക്ക് അവരുടെ കഴിവിനനുസരിച്ച്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് എന്തും കൊടുക്കാം. ക്യാഷ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാം, ഗോൾഡ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഡ്രസ്സായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതെന്തും കൊടുക്കാം. അവൾക്ക് അത് വേണമെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. ഇനി പാരൻസ് എന്നല്ല, അവളുടെ ചുറ്റുപാടുമുള്ള അവളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ കസിൻസോ സിബ്ലിങ്സോ ആരാണെങ്കിലും എല്ലാവർക്കും അവൾക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാം. പക്ഷെ അതൊരിക്കലും ഒരു ബാധ്യതയല്ല, നിർബന്ധമല്ല. പക്ഷെ പുരുഷന്റെ സൈഡിൽ നിന്ന് അവൻ മെഹർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിക്കാഹിനെ ഇൻവാലിഡ് ആക്കും. കാരണം അതൊരു ബാധ്യതയാണ്. കാരണം നിക്കാഹിന്റെ ഒരു കണ്ടീഷനിൽ പെട്ടതാണ് മെഹർ. മാത്രമല്ല നിക്കാഹ് അവിടെ ഒരു വലിയ ഉണ്ടാവുമ്പോഴേ നിക്കാഹ് വാലിഡ് ആവുന്നുള്ളൂ. വലിയന്റെ അനുവാദം ഉണ്ടാവണം. കാരണം നമുക്കറിയാം ഖദത്തു നിക്കാഹ് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലല്ല, ഭർത്താവും ഭാര്യയുടെ വലിയും തമ്മിലാണ്, അല്ലെ? അപ്പം ആ ഒരു സംഭവം നിർബന്ധമാണ്, അതൊരു ഒബ്ലിഗേഷൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു വിവാഹത്തിന്റെ ഉടമ്പടി, നിക്കാഹിന്റെ കോൺട്രാക്ട് എന്ന് പറയുന്നത് അത് എഴുതപ്പെട്ടതായിക്കൊള്ളണമെന്നില്ല, വെർബൽ ആയിട്ട് നമ്മൾ വായ കൊണ്ട് പറയുന്നതാവാം. ഞാൻ ഇന്ന മഹറിന് ഞാൻ എൻ്റെ മോളെ നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ ആ ഒരു മഹറിന്റെ ക്വാണ്ടിറ്റി നിശ്ചയിക്കുന്നതാണ് അവിടെ. സുബ്ഹാനല്ലാഹ്. ഓക്കെ. ഈ മെഹറിന്റെ ക്വാണ്ടിറ്റി അതിന് മുമ്പേ നിശ്ചയിച്ചു വെക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പം നമ്മളൊക്കെ കോണ്ടെക്സ്റ്റിൽ സാധാരണ എങ്ങനെയാ നടക്കുക വെച്ചാൽ, നിക്കാഹിന്റെ സമയത്ത് പറയും, അല്ലെ, ഇത്ര മെഹർ നിശ്ചയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു, ഭർത്താവ് അതിനെ സ്വീകരിക്കുന്നു. അപ്പം ആ ഒരു വെർബലായിട്ട് അത് പറയുന്നത് എന്താണ്, അത് നിക്കാഹ് കോൺട്രാക്ട് ആണ്. അത് എഴുതപ്പെടുകയാണെങ്കിൽ വളരെ നല്ലത്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അത് എഴുതപ്പെടുന്നതാണ് നല്ലത്. കാരണം ലീഗലി എന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് രജിസ്റ്ററും, അല്ലെ, പള്ളിയിലെ രജിസ്റ്റർ ഒക്കെ ആയിട്ട് നമ്മൾ സൈൻ ചെയ്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്, അൽഹംദുലില്ലാ. ഇനി ഈ നിക്കാഹ് കഴിയുമ്പോൾ ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് നിക്കാഹ് കഴിയുമ്പോൾ ഈ സ്ത്രീ ഈ പുരുഷന് ഹലാലാവുകയാണ്, അല്ലെ? അവർക്ക് ഒന്നിച്ച് ജീവിക്കാം, അവർക്ക് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടാം. സുബ്ഹാനല്ലാഹ്. കാരണം തൊട്ട് മുന്നേ വരെ അവന് ഹറാമായിരുന്നു, നോൺ മെഹ്റമായിരുന്നു അവർ തമ്മിൽ. അവൾക്ക് അവന്റെ മുമ്പിൽ ഹിജാബ് ധരിക്കണമായിരുന്നു. പക്ഷെ ഇവര് വിവാഹം അല്ലെങ്കിൽ ഈ രീതിയിൽ നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ അവര് മെഹ്റമായി. ഇപ്പൊ ഇനി ഇത്രയായി. ഇനി ഈ ഒരു സ്റ്റേജില് ചില കാരണങ്ങളാൽ ഇപ്പം നിക്കാഹ് കഴിഞ്ഞു,
അവർക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കുറച്ച് കാലത്തേക്ക് പറ്റൂല. പഠനമാവാം, ജോലിയാവാം, എന്തെങ്കിലും കാരണത്താൽ. അപ്പം അവർ കുറച്ചു കാലം അകന്ന് അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലങ്ങളിൽ ജീവിക്കാമെന്ന് വിചാരിക്കാം. അപ്പം അവരുടെ മാരേജിന്റെ ആ ഒരു കോൺസമ്മേഷൻ അല്ലെങ്കിൽ പൂർത്തീകരണം എന്ന് പറയുന്നത് നീട്ടിവെക്കാണ് അല്ലെ. മാരേജിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് എന്താണ്? അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ. അപ്പം അവരുടെ നിക്കാഹ് കഴിഞ്ഞു, ഈ പറഞ്ഞ ഉടമ്പടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, മെഹർ കൊടുത്തു അല്ലെങ്കിൽ മെഹർ നിശ്ചയിച്ചു. ഓക്കെ, അപ്പം ഈ നിക്കാഹ് കഴിഞ്ഞ ഉടനെ മാരേജിന്റെ വിവാഹത്തിന്റെ പൂർത്തീകരണം നടക്കാം, അല്ലെങ്കിൽ അതൊരു മാസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട്, 2 വർഷം കഴിഞ്ഞിട്ട്, സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങനെയും നടക്കാം. അത് നീട്ടിവെക്കാവുന്നതാണ് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ നിക്കാഹ് നടന്നിട്ടുണ്ട്. ഇനി ഈ വിവാഹം പൂർത്തീകരണം, അതായത് മാരേജ് കോൺസമ്മേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഏർപ്പെടൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ മെഹർ അവിടെ നിർബന്ധമാവുകയാണ്. അതുവരെ മെഹർ നിശ്ചയിച്ചു വെച്ചാൽ ഓക്കെയാണ്. ഓക്കെ, പക്ഷെ അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധം ഏർപ്പെടുക എന്ന് പറയുമ്പം അവിടെ മെഹർ നിർബന്ധമാവണം. അപ്പം അവൾ നിർബന്ധമായിട്ടും അവൾക്ക് മെഹർ കൊടുത്തിരിക്കണം. കാരണം ഇപ്പൊ നിക്കാഹിന്റെ സമയത്ത് പറയാണ്, ഇത്ര മെഹർ നിശ്ചയിച്ചിട്ട്, ഇപ്പം 1,00,000 രൂപ മെഹർ നിശ്ചയിച്ചിട്ട് എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് വലിയ പറയാണ്. അവരെ സ്വീകരിക്കുകയും ചെയ്യാണ്. ഭർത്താവ് പറയാണ്, ഞാൻ ജോലി ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, എനിക്ക് സാമ്പത്തിക ബാധ്യതകൾ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവളെ ഞാൻ കൊണ്ടുപോകുമ്പോൾ, അതായത് ഇപ്പം നിക്കാഹ് മാത്രമാണ് കഴിയുന്നത്, നമ്മൾ വേറെ വേറെ ജീവിക്കാൻ പോണ്. പക്ഷെ അവൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഞങ്ങളുടെ മാരേജ് കോൺസമ്മേഷന്റെ സമയമാവുമ്പോൾ അപ്പോഴേക്കും ഞാൻ പൈസ റെഡിയാക്കാം, ഞാൻ എൻ്റെ മെഹർ അവൾക്ക് കൊടുത്തോളാം എന്ന് പറയാണ്. ഓക്കെ, എല്ലാവരും 2 കൂട്ടരും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവർ ഒന്നിച്ച് ജീവിച്ച് അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിലൂടെ ആ ഒരു വിവാഹ പൂർത്തീകരണം സ്ഥാപിക്കുന്നത് വരെ മെഹറിനെ ഡിലേ ചെയ്യാം. പക്ഷെ ആ സമയത്ത് കൊടുത്തിരിക്കണം. അതിനുശേഷം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അത് അവന്റെ മേല് ബാധ്യതയാണ്. പക്ഷേ ഈ സംഭവം നടക്കുന്നതിന് മുമ്പേ അവളെ ഡിവോഴ്സ് ചെയ്യുക, തൊലാക്ക് ചെയ്യാന്ന് വെച്ചോ. ഓക്കെ, സ്വാഭാവികമാണ്. നിക്കാഹ് നടന്നു, മെഹർ പിന്നെ തരാമെന്ന് തീരുമാനിച്ചു. പക്ഷെ നിക്കാഹ് നടന്നാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഫോണിൽ സംസാരിക്കാം അല്ലേ, ചിലപ്പം കുറച്ചൊക്കെ പുറത്തൊക്കെ പോകുന്നുണ്ടാവും. അപ്പം അവന് മനസ്സിലായി, ഇല്ല ഇവളെനിക്ക് സെറ്റ് ആവില്ല, പല കാരണങ്ങള്, ഇത് നടക്കാൻ പോകണില്ല, നമ്മൾ ഒന്നിച്ച് ജീവിച്ച് തുടങ്ങിയിട്ട് പിരിയുന്നതിൽ നല്ലത് ഇപ്പോഴേ പിരിയുന്നതാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് ത്വലാക്ക് നടന്നാൽ എത്രയായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് അവൾക്ക് മെഹർ കിട്ടുക? ലൈക്ക് മെഹർ നിശ്ചയിച്ച കാര്യമാണെങ്കിലും നമുക്ക് നോക്കാം ഓരോ കേസും. അവൾക്ക് മെഹർ അവളുടെ കയ്യിൽ തന്നെ വെക്കാവോ, മെഹർ തിരിച്ചു കൊടുക്കണോ, എന്താണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മെഹറിന്റെ നിയമങ്ങൾ നമുക്ക് നോക്കാം. ഇനി വരുന്ന ആയത്തുകളിൽ നമ്മൾ ഓരോ കേസ്, ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ നിക്കാഹ് നടന്നു, മെഹർ ഫിക്സും ചെയ്തു, എന്താണ് വിവാഹം പൂർത്തീകരണം, അതായത് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള കേസിൽ തൊലാക്ക് നടന്നാൽ എങ്ങനെയാണ് മെഹർ? ഇനി രണ്ടാമത്തെ കേസ്, മെഹർ ഫിക്സ് ചെയ്തിട്ടില്ല, വിവാഹ പൂർത്തീകരണവും നടന്നിട്ടില്ല. ഓക്കെ, അതായത് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, നിക്കാഹ് മാത്രമേ നടന്നിട്ടുള്ളൂ, തൊലാക്ക് നടന്നു. എന്താണ് ആ കാര്യത്തിൽ മെഹറിന്റെ വിധി? ഇനി മൂന്നാമത്തെ കേസ്, മെഹർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പം എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റൂലായിരിക്കും. ക്ലാസ് ഒന്നും കൂടെ കേൾക്കുമ്പോൾ ഇതൊക്കെ എഴുതി വെക്കാട്ടോ ഇൻഷാല്ലാ. അപ്പോൾ മെഹർ ഫിക്സ് ചെയ്തു, പക്ഷേ അവർ വിവാഹ പൂർത്തീകരണം നടന്നില്ല, അതായത് അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുക, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക ചെയ്തിട്ടില്ല. എന്താണ് ആ കാര്യത്തിൽ മെഹറിന്റെ വിധി? ഇനി നാലാമത്തത്, മെഹർ ഫിക്സ് ചെയ്തിട്ടില്ല, പക്ഷേ വിവാഹ പൂർത്തീകരണം നടന്നു, അത് റെയർ കേസാണ് എങ്കിൽ പോലും ആ കാര്യത്തിൽ എന്താണ് വിധി? അപ്പൊ നമുക്ക് ഈ 4 കാര്യങ്ങളും, ഓക്കെ, ഈ 4 കാര്യത്തിലും മെഹറിന്റെ വിധികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി വരുന്ന ആയത്തുകളിലൂടെ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ആദ്യം 236, لا جناح عليكم إن طلقتم النساء ما لم تمسوهن أو تفرضوا لهن فريضة ومتعوهن على الموسع قدره وعلى المقتر قدره متاعا بالمعروف حقا على المحسنين. സ്ത്രീകളെ, അതായത് ഭാര്യമാരെ നിങ്ങൾ സ്പർശിക്കുകയോ അവർക്ക് മഹറിന്റെ ഒരു നിർണയിക്കുകയോ ചെയ്യാത്തപ്പോൾ അവരെ നിങ്ങൾ വിവാഹമോചനം നടത്തിയെങ്കിൽ നിങ്ങളുടെ മേൽ തെറ്റില്ല. അവർക്ക് നിങ്ങൾ അനുഭവിക്കാനുള്ള വിഭവം നൽകുകയും ചെയ്യണം.
ഓക്കെ, നിവൃത്തിയുള്ളവന്റെ മേൽ അവന്റെ തോതും ഞെരുക്കമുള്ളവന്റെ മേൽ അവന്റെ തോതും അത്രേ ബാധ്യത. ആചാര മര്യാദ അനുസരിച്ചുള്ള ഒരു വിഭവം നൽകണം. അത് സുഹൃതം ചെയ്യുന്നവരുടെ മേൽ ഒരു കടമ. ലാ ജുനാഹ, കുറ്റമില്ല, അലൈക്കും, നിങ്ങൾക്ക്, നിങ്ങളുടെ മേൽ, പുരുഷന്മാരുടെ അടുത്ത് പറയണേ, ഇൻ തൊല്ലത്തും, നിങ്ങൾ വിവാഹമോചനം ചെയ്താൽ, അന്നിസാ, സ്ത്രീകളെ, മാലം തമസ്സുഹുന്ന, നിങ്ങൾ അവരെ, ഹുന്ന, അവർ സ്ത്രീകൾ, ഓക്കെ, സ്പർശിക്കാത്തിടത്തോളം, മസ്, മീം, സീൻ, സീൻ, ഓക്കെ, ഔ, അല്ലെങ്കിൽ, തഫ്രീദു, നിശ്ചയിക്കാത്തിടത്തോളം, ലഹുന്ന, അവർക്ക്, ഫരീദ, മഹർ, ഒക്കെ രണ്ടും സെയിം റൂട്ടാണ്, ഫരീദയും തഫ്രീദും. വമത്യാഉഹുന്ന, മീം ത ഐൻ, എന്നാൽ നിങ്ങൾ ഉപഭോഗത്തിനുള്ള വിഭവം നൽകുവിൻ, പ്രയോജനം ഉള്ള ഒരു വിഭവം നൽകുവിൻ. അലൽ മൂസിഇ, കഴിവുള്ളവന് ബാധ്യത, വാവ് സീൻ ഐൻ, ഖദറുഹു, അവന്റെ കഴിവ്, വ അലൽ മുഖ്തിരി, ഞെരുക്കക്കാരൻ, ഖദറുഹു, അവന്റെ കഴിവ്, മതാഅൻ, ഒരു വിഭവം, ബിൽ മഅറൂഫ്, മര്യാദ അനുസരിച്ചുള്ള, ഹക്കൻ, കടമ, അലൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവർക്ക്. കുറെ വാക്കുകളുടെ ഒക്കെ റൂട്ട് നിങ്ങൾക്ക് അറിയുന്നതാണ്, അതുകൊണ്ടാണ് എഴുതാതിരുന്നത്. അപ്പം ലാ ജുനാഹ അലൈക്കും, നിങ്ങളുടെ മേൽ തെറ്റൊന്നുമില്ല. ഇൻ തൊല്ലഖ്തുമുൻ നിസാ, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, മാലം തമസ്സൂഹുന്ന, നിങ്ങൾ അവരെ സ്പർശിക്കാത്തിടത്തോളം കാലം. തമസ്സൂഹുന്ന, മസ്, മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച് ചെയ്യുക അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട്, ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ സ്കിന്ന് തമ്മിൽ തൊടുന്നതിന് മസ് എന്ന് പറയും. അപ്പം മാലം തമസ്സുഹുന്ന എന്ന് പറയുമ്പം അവളെ തീരെ ലൈക്ക് അവളുമായിട്ട് അവളുടെ സ്കിന്നുമായിട്ട് ടച്ച് ചെയ്തിട്ടേ ഇല്ല എന്നല്ല അർത്ഥം. ഇവിടെ മാലം തമസ്സുഹുന്ന എന്ന് പറയുമ്പം അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ, അതായത് അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ഈ മാരേജിന്റെ, വിവാഹത്തിന്റെ കോൺസുമേഷൻ അല്ലെങ്കിൽ പൂർത്തീകരണത്തിനെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത്, സുബ്ഹാനല്ലാഹ്, ഭാര്യയും ഭർത്താവും ഒരുമിച്ച്, അതായത് ഒറ്റയ്ക്കായിരിക്കാം, അവർ ജസ്റ്റ് ഇരിക്കുകയാണെങ്കിൽ പോലും, അപ്പം ഉദാഹരണത്തിന് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് അല്ലെ, ചില സാഹചര്യങ്ങൾ അവർ മാത്രം ഒറ്റക്ക് കുറച്ചൊന്നല്ലേ നാണത്തോടു കൂടി, നാണം ഇപ്പൊ ഇല്ല, പണ്ടത്തെ കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ഒക്കെ ഇരിക്കുന്ന അതായത് അവർ മാത്രമായിട്ട് ഇരിക്കുന്ന ആ ഒരു സമയം, അതായത് ഈവൻ ഒരു മിനിറ്റ് പോലും അവർ തനിച്ചിരുന്നാൽ അത് മാരേജ് കോൺസുമേഷൻ ആണ്, അതായത് വിവാഹ പൂർത്തീകരണമാണെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ വേറൊരു വിഭാഗം അല്ല, മാരേജ് കോൺസുമേഷൻ അല്ലെങ്കിൽ പൂർത്തീകരണം എന്ന് പറയുന്നത് അവർ തമ്മിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഇന്റർകോഴ്സ് നടന്നാൽ മാത്രമേ ഉള്ളൂ എന്ന് വേറൊരു വിഭാഗം അഭിപ്രായമുണ്ട്. അതില്ലെങ്കിൽ അവരുടെ വിവാഹം പൂർത്തീകരണമായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളത്. അപ്പം അവിടെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു, നിങ്ങളുടെ മേല് തെറ്റൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, മാലം തമസ്സുഹുന്ന, നിങ്ങൾ അവരെ സ്പർശിക്കാത്തിടത്തോളം കാലം, അതായത് നിങ്ങളുടെ വിവാഹം പൂർത്തീകരണം എത്താത്തിടത്തോളം കാലം. ഔ തഫ്രിദു ലഹുന്ന ഫരീദ, അത് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു മഹർ നിശ്ചയിച്ചിട്ടുമില്ല, ഓക്കെ. ഫരീദ. തഫ്രീദു എന്ന് പറയുമ്പം ഫർദ് എന്ന് പറഞ്ഞാൽ എന്താ, ബാധ്യത. നിങ്ങളുടെ മേൽ ഒരു ബാധ്യത ആക്കിയിട്ടില്ല. ലഹുന്ന, അവർക്ക്, ഫരീദ, സെയിം റൂട്ട്, അതായത് ഒരു തഫ്രീദു എന്ന് പറയുമ്പം അത് വെർബാണ്, ഓക്കെ, ബാധ്യത ആക്കുക. ഫരീദ എന്ന് പറഞ്ഞാൽ ബാധ്യത. അപ്പൊ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മേൽ ഒരു ബാധ്യതയാക്കിയിട്ടില്ലാത്തിടത്തോളം, അല്ലെങ്കിൽ ഈ രണ്ട് കണ്ടീഷനാണ്, അവരെ ടച്ച് ചെയ്തിട്ടുമില്ല, എന്താണ്, മെഹർ ഫിക്സ് ചെയ്തിട്ടുമില്ല. ഈ ഫരീദ എന്ന് പറയുന്നത് മെഹറാണ്, ഓക്കെ. അവർ തമ്മിൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുമില്ല, മെഹർ ഫിക്സ് ചെയ്തിട്ടുമില്ല, ഓക്കെ. അപ്പം മെഹർ ഫിക്സ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഹർ കൊടുത്തിട്ടില്ലല്ലോ, അല്ലെ? കാരണം മെഹർ എത്രയാന്ന് തീരുമാനിച്ചു കഴിയുമ്പോഴാണല്ലോ മെഹർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ കേസിൽ മെഹർ കൊടുത്തിട്ടുമില്ല, മാരേജ് അവരുടെ തമ്മിലെ വിവാഹബന്ധം പൂർത്തീകരണത്തിൽ എത്തിയിട്ടുമില്ല, മെഹർ കൊടുത്തിട്ടുമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഡിവോഴ്സ് നടക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതിൽ നിന്ന് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഡിവോഴ്സിൽ തെറ്റൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ അങ്ങനെയും ഡിവോഴ്സ് നടക്കാം. അപ്പം ഇങ്ങനെ ഒരു ഡിവോഴ്സിന്റെ കാര്യം കേൾക്കുമ്പോഴേക്കും പിന്നെ ഓരോ കുറ്റം കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല, അല്ലെ? അപ്പത്തിനേക്ക് ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് അതിന്റെ ഇടയിലുള്ള പ്രശ്നം എന്ന് നമുക്ക് അറിയാൻ ഭയങ്കര സുബ്ഹാനല്ലാഹ് ഉത്സാഹമാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം പറയുന്നു അങ്ങനെയും സംഭവിക്കാം.
വേറൊരു ആംഗിളിൽ നിന്ന് ഇതിനെ നോക്കുമ്പോൾ, ഒരു സൈഡ് നോട്ട് പോലെ പറയുമ്പം, ഇത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ വിവാഹം അതായത് നിക്കാഹ് ചെയ്യാതെ സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ചിക്കനും പെണ്ണും തമ്മിൽ സംസാരിക്കുകയും ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ബെസ്റ്റാണ് ഈ കാര്യം. കാരണം ഇവിടെ എന്താ ബേസിക്കലി നടക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയായ നിക്കാഹും അവരനുസരിച്ചിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയായ ത്വലാഖിലേക്കും അവർ പോവാണ്. രണ്ടും അള്ളാഹുവിന്റെ വിധികളാണ്. അതുകൊണ്ട് തന്നെ അവർ ഇബാദത്താണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതിനെ വളരെ മോശമായിട്ടാണ് നോക്കിക്കാണുന്നത്. എന്നാൽ ഒരു നിക്കാഹ് കഴിയാത്ത ഭാര്യയും ഭർത്താവും ഒത്തിരി സംസാരിച്ചെന്ന് വെച്ചിട്ടും സമയം സ്പെൻഡ് ചെയ്താലും നമ്മൾ അത് ജസ്റ്റ് നമ്മൾ പറയുമായിരിക്കും, അതൊരു കമന്റിലാ എന്താക്കാൻ, അത് ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ അങ്ങ് വിടും. പക്ഷെ മറ്റേ കേസ് വരുമ്പം അവർ രണ്ട് രീതിയിലും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന അനുസരിച്ച് വിവാഹവും ചെയ്ത് വിവാഹമോചനവും ചെയ്യുമ്പോഴേക്ക് നമുക്കത് വർഷങ്ങളോളം സംസാരിച്ചാലും കുറ്റപ്പെടുത്തിയാലും മതിയാവാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ നടക്കാറ്, അല്ലെ? അപ്പം ഈ ഒരു കാര്യത്തിൽ പോസിബിൾ ആണ് അങ്ങനെ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത്. ചിലപ്പം അതിൽ ഒരാള്, ഭാര്യയാവാം ഭർത്താവാം, ചിലപ്പോൾ ആ വിവാഹത്തിലേക്ക് ഫോഴ്സ് ചെയ്യപ്പെട്ടവരായിരിക്കാം. ഓക്കെ, വീട്ടുകാർ പറയാണ്, അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം, ഒരു പ്രശ്നമുണ്ട്, കുഴപ്പമില്ല, ഒക്കെ ശരിയാവും, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ അങ്ങോട്ട് ശരിയാവും എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. പെൺകുട്ടികളാണെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് എഗെയിൻ അതൊന്നും അത്ര പോസിബിൾ അല്ല, എന്നാലും നടക്കുന്നുണ്ട്. ആൺകുട്ടികൾക്കും അങ്ങനെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവര്, മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ട് അവർ അതിനകത്തേക്ക് തള്ളിവിടുന്നത്. പക്ഷെ അവർ ഈ ഒരു കോണ്ടെക്സ്റ്റിലെത്തുമ്പോൾ അവർ പറയില്ല ശരിയാവില്ല. ഓക്കെ, നിക്കാഹ് നടക്കുമ്പം അവർ തമ്മിൽ കാണുമ്പം അവർ പറയണില്ലല്ലോ നമ്മൾ ഒന്നിച്ച് ജീവിച്ചാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ നിങ്ങൾക്ക് പ്രയാസമാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, ഇനി അതോ അല്ലെങ്കിൽ ചെക്കൻ കുറച്ച് റിലീജിയസ് ആയതിന്റെ പേരിൽ അവളുടെ മുഖം അവൻ കാണാൻ ശ്രമിച്ചിട്ടില്ല കല്യാണത്തിന് മുമ്പ്, പക്ഷെ കല്യാണം കഴിഞ്ഞ് അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ഇല്ല, ഇതെനിക്ക് ഞാൻ വിചാരിച്ചതല്ല, ഞാൻ വിചാരിച്ച പെണ്ണല്ല ഇത് എന്ന് തോന്നുകയാണ്. ഓക്കെ, കാരണം എല്ലാ മനുഷ്യന്മാർക്കും അവനവന്റെ ചോയ്സ് ഉണ്ട്, അല്ലെ? എല്ലാവർക്കും അവനവന്റെ ചോയ്സ് ഉണ്ട്, സുബ്ഹാനല്ലാഹ്. അപ്പം അവനത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അവൻ തീരുമാനിക്കുകയാണ്, വേണ്ട, ഇതെനിക്ക് വേണ്ട. സാധ്യമാണ്, ഓക്കെയാണ്. ഇനിയിപ്പോ ഇവിടെ എല്ലാവരുടെ മനസ്സിലും കുറെ കഥകളൊക്കെ പാസ് ചെയ്യുന്നുണ്ടാവും, അവിടെ നടന്നതും ഇവിടെ നടന്നതും. നമ്മൾ അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഓക്കെ, അപ്പം ഖുർആൻ പറഞ്ഞതാണ് ഇങ്ങനെ പോസിബിൾ ആണ്. അവർ തമ്മിൽ ടച്ച് ചെയ്തിട്ടുമില്ല, അവർ തമ്മിൽ ഒരു മെഹർ തീരുമാനിച്ചിട്ടും ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതുപോലെ ഒരു ഡിവോഴ്സ്, ഒരു ത്വലാഖ് പോസിബിൾ ആണ്. മാരേജ്, അതായത് മെഹർ ഉണ്ടായിട്ടില്ല, മെഹറിന്റെ കാര്യം തീരുമാനാക്കിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ എന്താണ് ചെയ്യേണ്ടത്? വിവാഹം അതായത് ത്വലാഖ് നടക്കുമ്പം എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ സ്വാഭാവികമായിട്ടും എഗെയിൻ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ത്വലാഖാണ് കേട്ടോ. ത്വലാഖ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് ചെയ്യുന്നതാണ് ത്വലാഖ്. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീ എന്തായാലും അവൾ ഹേർട്ടാണ്, അല്ലെ? അവൾക്ക് വിഷമം സംഭവിച്ചിട്ടുണ്ട്, അവൾ സഫർ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹം എന്ന് പറയുന്ന അവൾ ഒരുപാട് അവളുടെ മനസ്സും ചിന്തകളും ഒക്കെ ആ സ്വപ്നങ്ങളിലേക്ക് അവൾ നീങ്ങിയിട്ടുണ്ടാവും. അപ്പം അവള് ഇവിടെ നിക്കാഹും ചെയ്യപ്പെട്ടു, ആൻഡ് ദെൻ അവള് ഡിവോഴ്സ് ചെയ്യപ്പെടുകയാണ്. അവളുടെ ഹൃദയത്തിന് തകരാനുള്ള ഒരു കാരണം ധാരാളമാണ്, അതല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവളെ പെട്ടെന്ന്, അല്ലെ, എനിക്ക് വേണ്ടാന്ന് വെച്ചിട്ട് അവൻ ത്വലാഖ് ചൊല്ലുമ്പം അവള് പെട്ടെന്ന് ഒരു ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീ ആവാണ്. ശരിക്കും അത് അവളുടെ അടുത്ത് കാണിക്കുന്ന നീതിയേ അല്ല, സാഹചര്യ പ്രകാരം. അപ്പം അവൾക്ക് എന്തെങ്കിലും രീതിയിൽ കോമ്പൻസേഷൻ കൊടുക്കണം, അല്ലെ? നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെ, ആരോടെങ്കിലും അനീതി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്തെങ്കിലും കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുമ്പോൾ കുറച്ചൊരു ആശ്വാസമാണ് നമുക്ക്, സുബ്ഹാനല്ലാഹ്. അപ്പം അതേപോലെ അവൾക്ക് ഒരു കോമ്പൻസേഷൻ അവിടെ കൊടുക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വമത്തിഉഹുൻ, അതായത് അവളുടെ ആ ഒരു നഷ്ടത്തിന് നിങ്ങൾ മേക്കപ്പ് ചെയ്യുക, ആ ഒരു നഷ്ടം നിങ്ങൾ കോമ്പൻസേഷൻ കൊടുത്ത് നികത്തുക. മത്തിഉഹുൻ എങ്ങനെയാണ്? അവർക്ക് പ്രയോജനം ഉണ്ടാക്കുക. സുബ്ഹാനല്ലാഹ്, മത്താ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം, ഓക്കെ, പ്രയോജനം ഉണ്ടാകുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന, ഉപഭോഗത്തിന് പറ്റുന്ന എന്തെങ്കിലും ഒരു വസ്തു, അതിന് ഒരു വാല്യൂ ഉള്ള ഒരു വസ്തു. അപ്പം അവൾക്ക് ഒരു കോമ്പൻസേഷൻ ആയിട്ട് ഒരു മത്താ കൊടുക്കുക, അവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അവൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അവൾക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം. വമത്തിഉഹുൻ, അത് എത്ര കൊടുക്കണം? അലൽ മൂസിഇ ഖദ്റുഹു വഅലൽ മുഖ്തിരി ഖദ്റുഹു. അലൽ മൂസ എന്ന് പറഞ്ഞാൽ വുസ്അ ഉള്ള ആള്. വുസ്അ എന്താണ്? കപ്പാസിറ്റി, ഒരാളുടെ കഴിവ്, അല്ലെ? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അപ്പം കഴിവുള്ളവൻ. മൂസ എന്ന് പറയുന്നത് ഒരുപാട് സമ്പത്തുള്ള, വെൽത്തി ആയിട്ടുള്ള, ഒരുപാട് കൊടുക്കാൻ പറ്റുന്ന ഒരാള്.
അപ്പം അവൻ എത്ര കൊടുക്കണം? ഖദറുഹു, അവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, അവന് കുറേ കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് അവൻ അതിനനുസരിച്ച് കൊടുക്കണം. അപ്പം ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലെ, എന്നാ പിന്നെ ഓക്കൊരു 2000 റുപ്യ കൊടുത്ത് ഒതുക്കിയേക്കാം, അല്ലെങ്കിൽ 2 ഡ്രസ്സ് വാങ്ങിക്കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ മതിയാവോ? പറ്റൂല അല്ലെ. കാരണം അവന്റെ കഴിവിനനുസരിച്ച് കൊടുക്കണം. അത് ചിലപ്പം 1,00,000 കൊടുക്കണമെങ്കിലും അല്ലെ, ഒരു 15 പവൻ കൊടുക്കണമെങ്കിലും അവനത് കൊടുക്കണം. കാരണം ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ മെഹർ നിശ്ചയിച്ചിട്ടുമില്ല, അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുമില്ല, പക്ഷെ നിക്കാഹ് കഴിഞ്ഞ് ഡിവോഴ്സ് നടക്കുകയാണ്. അപ്പം അവന്റെ കഴിവ്, കാരണം മെഹർ നിശ്ചയിക്കാത്തത് കൊണ്ട് ഇന്ന മെഹർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവന്റെ കഴിവിനനുസരിച്ച് അവൻ കൊടുക്കണം. അവൻ ഭയങ്കര റിച്ച് ആണെങ്കിൽ ഒരു കാറോ ഒരു വീടോ ഒക്കെ വാങ്ങിക്കൊടുക്കാം. അവൻ എന്താണോ കൊടുക്കാൻ പറ്റുന്നത് അവൾക്ക് പ്രയോജനമുള്ള ഒരു വസ്തു അവൻ കൊടുക്കണം. അലൽ മൂസിഇ ഖദറുഹു വ അലൽ മുഖ്തിരി ഖദറുഹു. മുഖ്തിർ ഖത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പിശുക്കനായിരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല കുറച്ച് മാത്രം ഉണ്ടായിരിക്കുക, വളരെ മിനിമം, അതായത് ഒരുപാട് കഴിവില്ലാത്ത ആൾ എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം. അപ്പം സ്വാഭാവികമായും ഒരാളുടെ അടുത്ത് ഒരുപാട് കഴിവില്ലാത്ത കാര്യങ്ങളില്ല എന്ന് പറയുമ്പം അവര് പിശുക്കരാവാൻ സാധ്യതയുണ്ട് അല്ലെ. കാരണം കയ്യിലില്ലാത്ത ആൾക്കാർ ധാരാളം കൊടുക്കണം എന്ന് നമുക്ക് പറയാൻ വാശി പിടിക്കാൻ പറ്റില്ല. അവരുടെ കയ്യിലുണ്ടെങ്കിലല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം മുഖ്തിർ എന്ന് പറഞ്ഞാൽ 2 രീതിയിലും അർത്ഥമുണ്ട്, ഒരുപാട് കഴിവില്ലാത്തവെന്നും അല്ലെങ്കിൽ പിശുക്കനായിട്ടുള്ളതും. അപ്പം വളരെ കുറച്ച് അല്ലെങ്കിൽ ഒരുപാട് കഴിവില്ലാത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? അലൽ മുഖ്തിരി, അങ്ങനെ മുഖ്തിറായിട്ടുള്ള ആളുടെ മേലുള്ള ബാധ്യത എന്താണ്? ഖദറുഹു, അവന്റെ കഴിവിനനുസരിച്ച്. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കും ഒരു പ്രയാസം ഇവിടെ ഏർപ്പെടുത്തുന്നില്ല, എന്നാൽ എല്ലാവരുടെ ഫീലിങ്സിനെ അള്ളാഹു കണക്കാക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇവിടെ എന്തെല്ലാം ഫീലിങ്സ് അത്രയും ഭാഗത്തിനുള്ളിൽ കവർ ചെയ്തത് അല്ലെ. ഇങ്ങനെ ഒരു നിക്കാഹ് നടന്നു, ശരിയാണ്, അവിടെ നിക്കാഹിന്റെ ഇത് മെഹർ കൊടുത്തിട്ടില്ല, മെഹർ കൊടുക്കാൻ സാധ്യതയില്ല, സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കണം, മെഹർ തീരുമാനിച്ചു വെച്ചിട്ടേ കൊടുത്തിട്ടുള്ളൂ, അതും ഓക്കെയാണ്. ഇനി നിങ്ങൾ തമ്മിൽ പരസ്പരം ടച്ച് ചെയ്തിട്ട് പോലുമില്ല, നിക്കാഹ് നടക്കുകയും ചെയ്തു, മെഹറും കൊടുത്തിട്ടില്ല, ഇനി നിങ്ങൾക്ക് ഒത്തുചേരാൻ പറ്റൂല എന്ന് തോന്നുകയാണോ? ഓക്കെ, ഡിവോഴ്സും ഓക്കെയാണ്. പക്ഷെ നമുക്കൊക്കെ എന്തൊരു കടുംപിടുത്താല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ. എന്നിട്ട് അള്ളാഹ് പറയാണ്, അങ്ങനെയൊക്കെ ഒരു ഡിവോഴ്സ് നടക്കുകയാണെന്ന് വെച്ചു, ഓക്കെ, നിങ്ങൾക്ക് പറ്റാഞ്ഞിട്ടല്ലേ, പക്ഷെ അവളെ നീ വിഷമിപ്പിക്കരുത്, അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം, അവൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ അവിടെ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇവനതൊരു ബുദ്ധിമുട്ടാക്കാൻ പറ്റുമോ? അതും പാടില്ല. അപ്പൊ അള്ളാഹ് പറയാണ്, അലൽ മൂസയെ ഖദറുഹു, നിന്റെ അടുത്ത് ഒരുപാട് ഉണ്ടെങ്കിൽ നീ ഉള്ളതിനനുസരിച്ച് കൊടുക്കുക. അപ്പൊ അലൽ മുഖ്തിരി ഖദറുഹു, നിന്റെ അടുത്ത് കുറച്ചേ ഉള്ളെങ്കിൽ അതും കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് കാരുണ്യത്തോടു കൂടിയുള്ള നിയമമല്ലേ. എന്നിട്ട് നമ്മൾ എത്ര പ്രയാസമാക്കിയിട്ടാണ് നമ്മുടെ ദീനിനെ മാറ്റിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇനി എന്താ പറയുന്നത്? മതാഅൻ ബിൽ മഅറൂഫ്, അതും പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് നിന്റെ കഴിവിനനുസരിച്ച് കൊടുക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കണം കൊടുക്കേണ്ടത്? മതാഅൻ ബിൽ മഅറൂഫ് അല്ലെ, മഅറൂഫ് ആയിട്ടുള്ള, അതായത് പ്രയോജനപ്പെടുകയും വേണം. ഓക്കെ, അവളുടെ കോണ്ടെക്സ്റ്റിൽ അവൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം ആയിരിക്കുകയും വേണം. പിന്നെ എന്താവണം? ബിൽ മഅറൂഫ് ആയിരിക്കണം, ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള, കൾച്ചറലി സ്വീകാര്യമായിട്ടുള്ള, സാമൂഹികമായിട്ട് സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യം കൂടെ ആയിരിക്കണം. സുബ്ഹാനല്ലാഹ്. അവൻ വിചാരിക്കുകയാണ്, അവൾ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാന്ന് വിചാരിക്കുക. ഓക്കെ, കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, ഭയങ്കര റിച്ചുമാണ് അവൻ. ഞാൻ ഭയങ്കര റിച്ചാണ്, അപ്പൊ നല്ല ലാവിഷായിട്ട് കൊടുത്തേക്കാന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് അവൻ കൊടുക്കുകയാണ് അവൾക്ക് ഒരു 1.5 ലക്ഷം രൂപയുടെ ഒരു പെന്ന്. അവൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? അപ്പം ഈ 1.5 ലക്ഷം എന്ന് പറയുന്നത് അവൾക്ക് പ്രയോജനപ്പെടുത്തുന്ന, സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന വെച്ചിട്ട് 1.5 ലക്ഷം രൂപയുടെ പെൻ എന്ന് പറയുന്നത് മഅറൂഫ് അല്ല അല്ലെ. ആ 1.5 ലക്ഷം അവൾക്ക് പൈസയായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുമായിരുന്നു. അപ്പം എന്തെല്ലാം കണ്ടീഷനാ പറഞ്ഞത്? നിന്റെ കഴിവിനനുസരിച്ച് നീ കൊടുക്കാം അല്ലെ, പക്ഷേ ആ കൊടുക്കുന്നത് എന്തായിരിക്കണം? അവൾക്ക് പ്രയോജനം ആയിരിക്കണം, മഅറൂഫും ആയിരിക്കണം അല്ലെ, അവൾക്ക് പ്രയോജനപ്രദവും ആയിരിക്കണം, എന്നാ പൊതുവെ സ്വീകാര്യവുമായിരിക്കണം. അപ്പം ഇത്രയും സോഫ്റ്റ് ആക്കിയിട്ട് ഇത്രയും എളുപ്പമാക്കിയിട്ട് റബ്ബ് കാര്യങ്ങൾ പറയുന്നുണ്ട്. തുടർന്ന് അള്ളാഹ് പറയാണ്, ഹക്കൻ അലൽ മുഹ്സിനീൻ, ഇത് മുഹ്സിനീങ്ങളുടെ മേലെ എന്താണ്? ഒരു ഹക്കാണ്, ബാധ്യതയാണ്. മുഹ്സിനീൻ എന്താണ്? ഇഹ്സാൻ ചെയ്യുന്നവർ അല്ലെ, എക്സ്ട്രാ ആയിട്ട് നന്മ ചെയ്യുന്നവരാണ് മുഹ്സിനീൻ. അവർ ചെയ്യുന്ന കാര്യം ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്ന, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് മുഹ്സിനി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് കഴിവിനനുസരിച്ച് മഅറൂഫായിട്ട് അവർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യ്. പക്ഷെ എന്താണ്, മുഹ്സിനായിട്ടുള്ള ആളുകൾ അല്ലെ, സുബ്ഹാനല്ലാഹ്, ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾ ഇവിടെയും എന്താണ്, ഇഹ്സാൻ ചെയ്യാൻ മറക്കൂല. അവനെ കൊണ്ട് കഴിയുന്നതിന്റെ, അതായത് ഞാൻ ഏറ്റവും നല്ല കൊടുത്തിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടല്ല അവൻ കൊടുക്കുക, ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അത് കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് അവന് കൊടുക്കുക. ഹക്കൻ അലൽ മുഹ്സിനീൻ. സാധാരണഗതിയിൽ ആളുകൾ സ്പെൻഡ് ചെയ്യുക
അല്ലെ, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുക, അവർ ഹാപ്പി ആയിരിക്കുമ്പോഴാണ് അല്ലെ, എല്ലാം ഓക്കെ ആണ്. എത്ര എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, ആ കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് വലിയ നഷ്ടമൊന്നുമില്ല അല്ലെ, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെയാണ് നമ്മളൊക്കെ കൊടുക്കാറില്ല. എത്ര വേണമെങ്കിലും ഞാൻ കൊടുക്കാം, കാരണം ആ കൊടുക്കുന്നത് നമുക്ക് ഒരു ഹാപ്പിനെസ് തരും. നമ്മൾ ഹാപ്പി ആയതുകൊണ്ടാണ് കൊടുക്കുന്നത്, അതേപോലെ കൊടുക്കുന്നത് നമുക്ക് ഹാപ്പിനെസ് തരും. പക്ഷെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എൻകറേജ് ചെയ്യുന്നത് എന്താണെന്നറിയോ, നമ്മൾ വലിയ ഹാപ്പി അല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് അല്ലെ, കാരണം അവന് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല ആ വിവാഹത്തിൽ നിന്ന്, എന്നിട്ട് വളരെ നഷ്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും അത് മാത്രമല്ല, ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ഗുണം കിട്ടാനുണ്ടോ, ഒരു ഗുണം കിട്ടാനും ഇല്ല അല്ലെ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഒരു പ്രയോജനമില്ലാത്ത സാഹചര്യങ്ങളിലും അള്ളാഹ് പറയാണ് ഇഹ്സാനോട് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അങ്ങേയറ്റം അപ്സെറ്റ് ആയിരിക്കുന്ന സമയത്ത്, നമ്മളെ ഓക്കെ, ഈ കല്യാണം മൂലം അവൾ എന്നെ ചീറ്റ് ചെയ്തു എന്ന് തോന്നുന്ന സമയത്ത്, ഒരുപക്ഷെ അവൾക്ക് വേറൊരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഈ ഒരു വിവാഹം ആ സമയത്ത് ഡിവോഴ്സ് ചെയ്യുന്നല്ലേ. അങ്ങനെയുള്ള സമയത്ത് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇഹ്സാനോട് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഹഖൻ അലൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളുടെ മേൽ അതൊരു ബാധ്യതയാണ്. സുബ്ഹാനല്ലാഹ്. കാരണം മുഹ്സിനീങ്ങൾ എന്താണ്, അവരെന്ത് സ്പെൻഡ് ചെയ്യുമ്പോഴും എപ്പോൾ സ്പെൻഡ് ചെയ്യുമ്പോഴും അവർ ആർക്ക് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അല്ലെ. അവർ ആളുകളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടല്ല സ്പെൻഡ് ചെയ്യുന്നത്, അപ്പൊ സിറ്റുവേഷൻ നോക്കിയിട്ടല്ല അവർ സ്പെൻഡ് ചെയ്യുക അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ എന്താ നടക്കുന്നത്, ഒരു ഡിവോഴ്സ് നടക്കുമ്പോൾ അല്ലെ, ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും, അതായത് വിവാഹം കൺസുമേഷൻ നടത്താത്ത സമയത്താണെങ്കിൽ പോലും പെണ്ണിന്റെ അടുത്ത് തിരിച്ചും കൂടെ തന്നു, മെഹറും കൂടെ തന്നോ അല്ലെ, അവളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ, അവൾ വീട്ടിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്നോ, കഴിയെങ്കിൽ അതും കൂടെ കൊണ്ടുവന്നോ, മാനസികമായിട്ട് ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കാവോ, അങ്ങനെയൊക്കെ പീഡിപ്പിക്കാം അല്ലെ. അത് പിടിച്ചു പറയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് പറയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും അവൾക്ക് അല്ലെ, അവൾക്ക് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാക്കിയത് കൊണ്ട് അവൾക്ക് ഇഹ്സാനോട് കൂടി നീ കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. ഇനി 237 وإن طلقتموهن من قبل أن تمسوهن وقد فرضتم لهن فريضة فنصف ما فرضتم إلا أن يعفون أو يعفو الذي بيده عقدة النكاح وأن تعفوا أقرب للتقوى ولا تنسوا الفضل بينكم إن الله بما تعملون بصير. അവരെ ഭാര്യമാരെ സ്പർശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ അവരെ വിവാഹമോചനം ചെയ്തുവെങ്കിൽ നിങ്ങൾ അവർക്ക് ഒരു നിർണയം നിർണയിച്ചിട്ടുണ്ട് താനും, എന്നാൽ നിങ്ങൾ നിർണയം ചെയ്തിട്ടുള്ളതിന്റെ പകുതിയാണ് കൊടുക്കേണ്ടത്. അവർ സ്ത്രീകൾ മാപ്പാക്കുകയോ അല്ലെങ്കിൽ വിവാഹബന്ധം യാതൊരുവന്റെ കൈവശമാണോ അവൻ മാപ്പാക്കുകയോ ചെയ്യുന്നതായാൽ ഒഴികെ. നിങ്ങൾ മാപ്പാക്കുന്നതാകട്ടെ സൂക്ഷ്മത അഥവാ ഭയഭക്തിയിലേക്ക് കൂടുതൽ അടുത്തതുമാകുന്നു. നിങ്ങൾക്കിടയിലുള്ള ശ്രേഷ്ഠത അല്ലെങ്കിൽ ഔദാര്യം നിങ്ങൾ മറന്നു കളയുകയും ചെയ്യരുത്. നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനാണ്. വാക്കർത്ഥം വഇൻ ത്വല്ലഖ്തുമൂഹുന്ന, നിങ്ങൾ അവരെ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ, മിൻ ഖബൽ മുമ്പായി, അൻ തമസ്സൂഹുന്ന, നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന്, വഖദ് ഫറദ്തും, നിങ്ങൾ നിശ്ചയിച്ചിട്ടുമുണ്ട്, ലഹുന്ന, അവർക്ക്. റൂട്ടുകളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് എഴുതാത്ത. ഫരീദ മഹർ, ഫനിസ്ഫു, അപ്പോൾ പകുതി, നൂൻ സോഫ, മാ ഫറദ്തും, നിങ്ങൾ നിശ്ചയിച്ചതിന്റെ, ഇല്ല അൻ യഅഫൂന, അവർ വിട്ടുവീഴ്ച ചെയ്താലല്ലാതെ, ഔ അല്ലെങ്കിൽ യഅഫുവ, വിട്ടുവീഴ്ച ചെയ്യുക, പുറത്തു കൊടുക്കുക. ഐൻ ഫ വൗ, രണ്ട് യഅഫൂനയും യഅഫുവ രണ്ടും ഒരേ റൂട്ടാണ്. അല്ലദി, യാതൊരുത്തൻ, ബിയദിഹി, അവന്റെ കയ്യിൽ, ഉഖ്ദ, കെട്ട്, അധികാരം, അൻ നിക്കാഹ്, നിക്കാഹിന്റെ, വിവാഹത്തിന്റെ, വ അൻ തഅഫു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൽ, അഖ്റബു, ഏറ്റവും അടുത്തത്, ലിത്തഖ്വ, തഖ്വയോട്. വലാ തൻസൗ, നിങ്ങൾ മറക്കരുത്, നൂൻ സീനിയ, അൽ ഫദ്ല, ഔദാര്യം, ബൈനക്കും, നിങ്ങൾക്കിടയിൽ, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ബിമാ തഅമലൂന, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി, ബസീർ, നന്നായി കണ്ടറിയുന്നവനാണ്. തഫ്സീർ നോക്കാം. അപ്പം ലാസ്റ്റ് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞത്, മെഹർ ഫിക്സ് ചെയ്തിട്ടില്ല അല്ലെ, മെഹർ നിശ്ചയിച്ചിട്ടില്ല, വിവാഹം പൂർത്തീകരണത്തിൽ എത്തിയിട്ടില്ല, അതായത് അവർ തമ്മിൽ ടച്ച് ചെയ്തിട്ടില്ല, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഇനി വേറൊരു സിറ്റുവേഷൻ, ഇൻ തല്ലഖ്തുമൂഹുന്ന, നിങ്ങൾ അവരെ ഡിവോഴ്സ് ത്വലാഖ് ചെയ്യുകയാണെങ്കിൽ, ഖബ്ലി അൻ തമസ്സൂഹു, മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ്. അപ്പം ഈ പറഞ്ഞ പോലെ വിവാഹ പൂർത്തീകരണത്തിൽ എത്തുന്നതിന് മുമ്പ്. പക്ഷേ ഇവിടെ എന്താ വ്യത്യാസം, വഖദ് ഫറദ്തും ലഹുന്ന ഫരീദ, പക്ഷെ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്ത്, ഒരു അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫരീദ അല്ലെ, ഫറദ്തും ഫരീദ, സെയിം നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് തന്നെയാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു വിവാഹ മൂല്യം നിശ്ചയിച്ചിട്ടുണ്ട്, മഹർ ഫിക്സ് ചെയ്തിട്ടുണ്ട്,
കൊടുത്തിട്ടുണ്ടായിട്ടില്ല, എന്തോ ഓക്കെയാണ്. ഓക്കെ, കാരണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കൊടുക്കുകയും ചെയ്യും, കൊടുക്കാതിരിക്കുകയും ചെയ്യും. അപ്പം ഫസ്റ്റ് കേസിൽ നിന്ന് എന്താ വ്യത്യാസം? അവിടെ മെഹർ ഫിക്സ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല അല്ലെ, ഇവിടെ മെഹർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇത്രയാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ലാസ്റ്റ് കേസിൽ, ആ ഒരു കേസിൽ, അതായത് ടച്ചും ചെയ്തിട്ടില്ല, അതായത് വിവാഹ പൂർത്തീകരണവും നടത്തിയിട്ടില്ല, മെഹർ ഫിക്സും ചെയ്തിട്ടില്ല എന്നുള്ള കേസിൽ ഡിവോഴ്സ് നടത്തിയാൽ എന്താ ചെയ്യേണ്ടത്? അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കൊടുക്കുക അല്ലെ, ഭർത്താവിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കൊടുക്കുക. അവന് ഒരുപാട് ഉള്ളവനാണെങ്കിൽ ഒരുപാട് ഉള്ളതിനനുസരിച്ച് കൊടുക്കുക, കുറച്ചാണെങ്കിൽ കുറച്ച് കുറവ് കൊടുക്കുക. എന്താണെങ്കിലും അവൾക്ക് പ്രയോജനപ്രദമായ സാധനം, ആ കാര്യമായിരിക്കണം, മാറൂഫ് അനുസരിച്ചായിരിക്കണം. ഇനി ഇവിടെ എന്താ, മെഹർ നിശ്ചയിച്ചു കഴിഞ്ഞാൽ എന്താ കൊടുക്കേണ്ടത്? ഫനിസ്ഫു, അതിന്റെ പകുതി, മാഫറത്തും, നിങ്ങൾ നിശ്ചയിച്ചതിന്റെ. ഓക്കെ, ഇവിടെ വിവാഹമൂല്യം നിശ്ചയിച്ചിട്ടുണ്ട്, മെഹർ നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷെ അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല, വേറെ കണ്ടീഷനാണ്. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ ഡിവോഴ്സ് നടക്കുകയാണെങ്കിൽ എന്താണോ നിങ്ങൾ നിശ്ചയിച്ച വിവാഹമൂല്യം, നിശ്ചയിച്ചതാവാം അല്ലെങ്കിൽ കൊടുത്തതാവാം, നിശ്ചയിച്ചതാണെങ്കിൽ അതിന്റെ പകുതി കൊടുക്കുക, കൊടുത്തതാണെങ്കിൽ അതിന്റെ പകുതി ഇങ്ങോട്ട് വാങ്ങാം. അങ്ങനെ. അപ്പം നിക്കാഹിന്റെ സമയത്ത് സപ്പോസ് അവര് അവൾക്ക് ഞാനൊരു 20 പവൻ ആണ് മെഹറാണെന്ന് തീരുമാനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ 20 പവൻ കൊടുക്കുന്നു. പക്ഷെ അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ അവർ ചിലപ്പം കുറച്ച് ദൂരെ ആയിരിക്കാം താമസിച്ചത്, അതിനിടയ്ക്ക് ഫോണിൽ സംസാരിച്ചപ്പോഴേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, എഗെയിൻ ഒരു കുറ്റമില്ല, ഒരു റീസൺ ഉണ്ടോ? കാരണം ഭർത്താവിന് അങ്ങനെ തീരുമാനം എടുക്കാൻ ഒരു റീസൺ ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്നതായതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ഒരു കേസ് ഇവിടെ പറയുന്നത് അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് അവളെ ഡിവോഴ്സ് ചെയ്യാം. ഓക്കെ, ത്വലാഖ് ചെയ്യാം. ഇവിടെ ത്വലാഖ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം അത് പുരുഷൻ ചെയ്യുന്നതാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ത്വലാഖ് ചെയ്യാം. പക്ഷേ അവൾക്ക് ആ ഒരു നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ കൊടുത്തിട്ടുള്ള മെഹറിന്റെ പകുതി എന്താണ് അവൾക്ക് കൊടുക്കണം. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞു, നിശ്ചയിച്ചതാണെങ്കിൽ അതിന്റെ പകുതി കൊടുക്കുക, കൊടുത്തതാണെങ്കിൽ പകുതി ഇങ്ങോട്ട് കൊടുക്കുമ്പോഴാണല്ലോ അത് സെറ്റ് ആവുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പകുതി കൊടുക്കേണ്ടി വരുന്നത്? ഇവിടെയും എഗെയിൻ ഇവിടെ ഈ ഒരു സ്ത്രീ സ്വാഭാവികമായിട്ടും എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിവാഹത്തിലേക്ക് വരുന്നത് അല്ലെ, ഒരു ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിവാഹത്തിലേക്ക് വരുന്നത്. ഈവൻ ആ ഒരു മെഹർ നിശ്ചയിച്ച പൈസയും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അവൾക്ക് അർഹിക്കുന്ന ഒരു കാര്യമാണല്ലോ അല്ലെ, സ്ത്രീക്ക് അവളുടെ സ്വത്തായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഭർത്താവ് കൊടുക്കുന്ന മെഹർ എന്ന് പറയുന്നത്. അവളുടെ കൈവശാവകാശമുള്ള, അവൾക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ് മെഹർ എന്ന് പറയുന്നത്. അപ്പം അവള് അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവള് തിരിച്ചറിയാണ്, ഇല്ല, എന്റെ വിവാഹവും ഇല്ല, സുബ്ഹാനല്ലാഹ്, നടന്ന വിവാഹവും പാളിപ്പോയി, എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ച പൈസയും ഇല്ല, ആകെ കൂടെ അവള് നഷ്ടക്കാരിയാണ്, വിഷമക്കാരിയായി മാറാണ് അല്ലെ. അപ്പൊ അള്ളാഹു പറയാണ്, അല്ല അങ്ങനെ വേണ്ട, ഫനിസ്ഫു മാ ഫറത്തും, പകുതി നീ നിശ്ചയിച്ചതിന്റെ, നീ ഫർവാക്കിയതിന്റെ പകുതി അവൾക്ക് കൊടുക്കുക. ഇല്ല ഒഴികെ അയ്യഫൂന, അവർ വിട്ടുവീഴ്ച ചെയ്യുക, അല്ലെങ്കിൽ അവർ പുറത്തു തന്നാൽ അല്ലാത്ത സാഹചര്യങ്ങളിൽ ഒഴികെ. അഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുറത്തു കൊടുക്കുക, വിട്ടുകൊടുക്കുക എന്നൊക്കെയുള്ള അർത്ഥം. അപ്പം ഈ സ്ത്രീ, അതായത് ഭാര്യ, അവള് പറയാണ് കുഴപ്പമില്ല, ശരിയാണ്, നിക്കാഹൊക്കെ നടന്നു, മെഹർ നിശ്ചയിച്ചു, അതൊക്കെ ഓക്കെയാണ്, പക്ഷെ നമ്മൾ തമ്മിൽ വിവാഹം പൂർത്തീകരണത്തിൽ എത്തിയിട്ടില്ലല്ലോ, അപ്പൊ കുഴപ്പമില്ല, എനിക്ക് ഒന്നും വേണ്ട, നിങ്ങൾ അത് അവിടെ വെച്ചോ, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു എന്ന് അവള് പറയാണ്. അപ്പം അത് ഓക്കെയാണ്. യഅഫൂന, അവർ സ്ത്രീകള് വിട്ടുവീഴ്ച ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാ, അവന് ഈ മെഹർ മുഴുവനും അവന് തന്നെ വെക്കാം. ഓക്കെ, അവള് മുഴുവനായിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവന് തന്നെ വെക്കാം. ആക്ച്വലി അവനടുത്ത് പകുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, പകുതി കൊടുക്കലാണ് അവന്റെ ബാധ്യത. പക്ഷെ സ്ത്രീ പറയാണ്, ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന സ്ത്രീ പറയാണ്, കുഴപ്പമില്ല, എനിക്ക് വേണ്ട, നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ഓക്കെയാണ്. അല്ലെങ്കിൽ യഅഫുവ, അവൻ പുറത്തു കൊടുക്കുന്നു. ഓക്കെ, സെയിം റൂട്ട്, അഫ. അല്ലതി എന്ന് പറഞ്ഞാല് യാതൊരുവൻ, ബിയദിഹി, അവന്റെ കയ്യിലാണ്, നിക്കാഹിന്റെ ഉടമ്പടി അല്ലെങ്കിൽ നിക്കാഹിന്റെ കെട്ട്. നിക്കാഹിന്റെ കെട്ട് കയ്യിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു കെട്ട്, ആ ഒരു കൺട്രോള് അവന്റെ കയ്യിലാണ് അല്ലെ. ആരുടെ കയ്യിലാണോ ആ കൺട്രോള് കെട്ടുള്ളത് അവർക്കാണ് അത് കെട്ടൂരാനും പറ്റുന്നത് അല്ലെ. അപ്പം വിവാഹത്തിന്റെ കാര്യത്തിൽ ആ കെട്ട് കൺട്രോൾ ആരുടെ കയ്യിലാണ്? ഭർത്താവിന്റെ കയ്യിൽ. അവൻ തന്നെ അത് ഊരാനും പറ്റുള്ളൂ അല്ലെ, ബൈ ഗിവിംഗ് ദ ഡിവോഴ്സ്. അതായത് തൊലാക്ക് കൊടുത്തുകൊണ്ട് ആ കെട്ടിനെ അവന് ഊരാൻ പറ്റും. അപ്പം അല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രബല പണ്ഡിത അഭിപ്രായ പ്രകാരം അത് ആരാണ്? പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവാണ്. അപ്പം അവൻ എന്താണ് തീരുമാനിക്കുകയാണ്, കുഴപ്പമില്ല, നീ ആ പൈസ മുഴുവനും വെച്ചോ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ആ തന്ന മെഹർ 20 പവനാണെങ്കിൽ അത് മുഴുവനും നീ വെച്ചോ എന്ന് അവൻ ശരിക്കും എന്താണ് പകുതിയെ കൊടുക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ കൊടുത്തതിന്റെ പകുതി ഇങ്ങോട്ട് വാങ്ങണം അല്ലെ. പക്ഷെ അവൻ തീരുമാനിക്കുകയാണ്, കുഴപ്പമില്ല, നീ അത് വെച്ചോ എന്ന് തീരുമാനിക്കുകയാണ്.
അപ്പം ഇവിടെ ഇപ്പൊ 2 കേസ് പറഞ്ഞു. ഒന്ന് അവൻ ഇപ്പം അവൾക്ക് ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു സ്വർണം എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിക്കുകയാണ്. അവൾ അതിനെ ഓക്കെയും പറഞ്ഞു. പക്ഷെ ഇവർ തമ്മിൽ ഓക്കെ ആവുന്ന അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അവൻ തീരുമാനിക്കുകയാണ് തൊലാക്ക് ചെല്ലാൻ. അപ്പം അവൻ വിചാരിക്കുക ഇനിയിപ്പോ ഈ സ്വർണം കൊണ്ടുപോയി അത് വിറ്റ് അതിന്റെ പകുതിയാക്കി എനിക്ക് തന്ന ചിലപ്പോൾ അതിൽ നിനക്ക് ഒരുപാടൊന്നും നേടാനൊന്നും ഇല്ല, അപ്പൊ കുഴപ്പമില്ല അവൾ വെച്ചോട്ടെ എന്ന് അവന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യം. കാരണം ഇവിടെ ബേസിക്കലി എന്താ പറയുന്നത് വെച്ചാൽ ഇവിടെ ഒരു ഡിസ്കഷൻ ഉള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അവർക്ക് സംസാരിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്താം. ഒന്നെങ്കിൽ സ്ത്രീക്ക് പറയാം വേണ്ട എനിക്ക് വേണ്ട നിങ്ങൾ വെച്ചോന്ന്, അല്ലെങ്കിൽ പുരുഷന് പറയാം എനിക്ക് വേണ്ട നീ തന്നെ മുഴുവൻ വെച്ചോന്ന്. ഓക്കെ. പക്ഷേ ഇവിടെ ബാധ്യത എന്താണ്? പകുതി കൊടുക്കലാണ്. ഈ പകുതി കൊടുക്കൽ എന്ന് പറയുന്നത് മിനിമം ബാധ്യതയാണ്. പക്ഷെ പകുതി കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴും അവൾ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവന് കൊടുക്കാതിരിക്കാം. അല്ലെങ്കിൽ അവൻ വേണ്ട നീ മുഴുവൻ വെച്ചോ എന്ന് പറയുന്നതും സാഹചര്യവും ഓക്കെയാണ്. അതായത് തമ്മിലുള്ള വിട്ടുവീഴ്ച ഓക്കെയാണ്. അള്ളാഹു പറയുന്നു വഅൻ തഅഫു, നിങ്ങൾ പുറത്തു കൊടുക്കലാണ് എന്ത് അഖറബു ലിത്തഖ്വ, തഖ്വയിലേക്ക് ഏറ്റവും അടുത്തിട്ടുള്ളത് അല്ലെ. അഖറബ് ഖുർബ് ഏറ്റവും അടുത്തായിരിക്കുക എന്നുള്ളത്. തഖ്വയോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത് എന്താണ്? നിങ്ങൾ പുറത്തു കൊടുക്കല്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഹ്സാൻ ചെയ്യല്. സ്ത്രീയുടെ അടുത്ത് പറയാണ് നീ അവന്റെ അടുത്ത് അവന് വിട്ടുവീഴ്ച ചെയ്തിട്ട് അത് ഫുൾ അല്ലെ, കാരണം എന്തായാലും അവന്റെ കൂടെ ജീവിക്കാൻ പോകുന്നില്ല, പിന്നെ എന്തിനാ വെറുതെ, അപ്പൊ നീ അങ്ങനെ ചിന്തിച്ചിട്ട് അവന് വിട്ടുകൊടുത്തേക്ക്. പുരുഷന്റെ അടുത്ത് പറയാണ് നീ എന്തായാലും അതിലൊരു പകുതി കിട്ടിയിട്ട് നിനക്ക് എന്ത് ചെയ്യാനാ, നീ അത് അവക്ക് വിട്ടുകൊടുത്തേക്ക് അല്ലെ. അപ്പൊ രണ്ടുപേരെടുത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു കൊടുക്കലാണ് നിങ്ങൾക്ക് തഖ്വയിലേക്ക് കൂടുതൽ അടുപ്പമുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം പറയുകയാണെങ്കിൽ ഇവിടെ നിയമങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അവിടെ നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു അവസരം ബാക്കി വെക്കുകയാണ് അല്ലെ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നിയമം എങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഒരു ഇബാദത്ത് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ബാക്കി വെക്കാണ്. പക്ഷെ സാധാരണ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താ സംഭവിക്കുക? ആൾക്കാർക്ക് അത്യാഗ്രഹവും അല്ലെ, സ്വാർത്ഥതയും മൂത്തിട്ട് ഇതെന്റേതാണ്, ഞാൻ തന്നതാണ്, ഇതെന്റെ അവകാശമാണ്, ഇതെനിക്ക് തരണം, ഞാൻ വിട്ടുതരൂല അല്ലെ, അതൊക്കെയാണ്. എന്നിട്ട് അതിനെ കുറിച്ചുള്ള സംസാരങ്ങൾ, പിന്നെ അതിന്റെ ചെയിനായിട്ട് ഓരോ ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് സംസാരിക്കല്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹ് എന്താ പറയുന്നത്? പുറത്തു കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് പ്രതിഫലം നേടില്ലേ. ശരിക്കും നമ്മളൊക്കെ ജീവിതത്തിൽ ഇതുപോലെ വരുന്ന ഓരോ സാഹചര്യങ്ങളും, നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന ഓരോ സാഹചര്യങ്ങളും, നമ്മുടെ അവകാശങ്ങൾ കിട്ടാത്ത ഓരോ സാഹചര്യങ്ങളും നമുക്ക് അവസരങ്ങളാണ്, വലിയ വലിയ അവസരങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. മറ്റുള്ളവർക്ക് കൊടുക്കാത്ത എന്തെങ്കിലും പ്രയാസം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് തോന്നും ഇത് എന്തൊരു സ്ക്രിപ്റ്റാ ഇതെന്ന് അല്ലേ, എവിടെയും കേട്ടിട്ടില്ലാത്തൊരു കഥയാണല്ലോ നടക്കുന്നതെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ട് തന്നിട്ടുള്ള സ്ക്രിപ്റ്റുകൾ അത് അള്ളാഹു നടപ്പാക്കുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനത്തെ ഓരോ സ്ക്രിപ്റ്റുകളും ഓരോ അത്ഭുതകരമായിട്ടുള്ള പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളും വരുമ്പം അവിടെ നമുക്ക് എന്ത് ഇബാദത്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ ഒറ്റയ്ക്ക് ആലോചിക്കില്ലെങ്കിൽ പോട്ടെ, ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് ഇവിടെ നിയമം ഇങ്ങനെയാണ്, കൊടുക്കലാണ്, ഹാഫ് കൊടുക്കലാണ്. ഇനി അവളും അവനും വിട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് തഖ്വയിലേക്ക് കൂടുതൽ അടുപ്പം. നിങ്ങൾക്ക് അവിടെ ഇത് എന്റേതാ നിന്റേതാന്ന് പറഞ്ഞ് തല്ലും പിടി ഉണ്ടാക്കലല്ല. നിങ്ങൾക്ക് തഖ്വ എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെ വിട്ടുകൊടുക്കലാണ്. സുബ്ഹാനല്ലാഹ്. അവൾ നിങ്ങൾക്ക് പ്രതിഫലം നേടാനുള്ള ഒരു ചാൻസ്, അത് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ചാൻസ്, അത് വെറുതെ മിസ്സാക്കല്ലേ. സുബ്ഹാനല്ലാഹ്. തുടർന്ന് പറയണ വലാ തൻസവുൽ ഫദ്ല ബൈനക്കും, നിങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള ഫദ്ല് ഔദാര്യം മറന്നു പോകരുത്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ആ ഒരു ഗ്രേഷ്യസ്നെസ് അല്ലേ, കുഴപ്പമില്ല, ഓക്കെയാണ്, പ്രശ്നമില്ല എന്ന് പറയാനുള്ള ആ ഒരു ജനറോസിറ്റി, ആ ഒരു ഔദാര്യം നിങ്ങൾ ആ സമയത്ത് മറന്നു പോലെ. വീണ്ടും അള്ളാഹ് പറയുന്നത് നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള അവസരമാണ് ഇത് എന്നല്ലേ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫേവർ ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾ മറക്കല്ലേ. പക്ഷെ നമ്മൾ എന്താ ചെയ്യാ, അത് സ്വർണം അത് ഇത്ര പവനും ഇത്ര ഗ്രാമും ആയിരുന്നു, അപ്പൊ അത് വിറ്റ് കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടും, ആ പൈസ പകുതിയാക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ഇത്ര ആയിരിക്കണം, കണ്ടോ അത് മിണുങ്ങിക്കളഞ്ഞ് അത് മുഴുവൻ പറഞ്ഞില്ല, അതിന്റെ പകുതി ഒരവിടെ വെച്ച് അല്ലെ. നമ്മൾ ഇതും പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് പിന്നെ ഒരു 5-6 കൊല്ലം ഓരോ മക്കളായാലും ഈ വർത്താനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. അവർ രണ്ടാളും വേറെ കല്യാണം കഴിച്ച മക്കളായാലും ഈ പ്രശ്നം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം ജനറസ് ആയിരിക്കും, ഫേവർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കാണിക്കുക. ഈ ഒരു സാഹചര്യം നിങ്ങൾ പ്രതിഫലം നേടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഈ ഒരു സാഹചര്യം എന്തിനാ, മാക്സിമം നരകം നേടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. ഇങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാലും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്ത് വന്നു കഴിഞ്ഞാലും അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അല്ലെ. ഹക്ക് ഇതല്ലേ, അത് പറഞ്ഞു കൊടുക്കാൻ പ്രത്യേക ആൾക്കാരും നമ്മുടെ സമൂഹങ്ങളിൽ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. നിന്റെ ഹക്കാണ് അത്, നീ തല്ലുണ്ടാക്കണം, പിടികുണ്ടാക്കണം. ചിലപ്പോൾ അവള് പോലും ക്ഷമിക്കാൻ തീരുമാനിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, പക്ഷെ
വീട്ടുകാർ സമ്മതിക്കൂല. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് പറയണ ഇതൊരു അവസരമാണ്, ഉപയോഗിക്കുക. വലാ തൻസൗൽ ഫദ്ല ബൈനക്കും, നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ഫദ്ല് നിങ്ങൾ മറന്നു പോവല്ലേ. തൻസൗ നിസ്യാൻ, മറന്നു പോവാ. ഓക്കെ. ആൾക്കാർ പൊതുവെ അത്യാഗ്രഹവും അല്ലെ ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം അത്. കാരണം അവര് വിഷമിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ വേദനിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്, ദേഷ്യം വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സ്വാഭാവികമായും നമ്മൾ കൈൻഡായിട്ട് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്ന കാര്യം ചിന്തിക്കുകയില്ല. ആ സാഹചര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ അവകാശങ്ങൾ നൽകപ്പെടാതെ പിടിച്ചു വെക്കുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവരോട് കാരുണ്യത്തോടു കൂടി ചിന്തിക്കുകയും പെരുമാറുകയും വേണ്ടത്. കാരണം നമ്മളെ അവസരം അതിലേ, നമ്മളെ ബുദ്ധിയാണ് അത്. സുബ്ഹാനല്ലാഹ്. അവരെ ഉപയോഗിച്ച് സ്വർഗം ഉണ്ടാക്കുന്ന ബുദ്ധിയാണ് അത്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനഹു വ തആല അങ്ങനത്തെ അവസരങ്ങൾ നമ്മുടെയൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും പല രീതിയിൽ, പല ഫോമിൽ, പല സ്ക്രിപ്റ്റുകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഉപയോഗപ്പെടുത്തുക. പരാതി പറഞ്ഞും കുറ്റം പറഞ്ഞും ഹക്കിന് അവകാശത്തെ പിടിച്ചു പറിച്ചുണ്ടാക്കാൻ ശ്രമിച്ചും അത് നഷ്ടപ്പെടുത്താതിരിക്കുക. ഞാൻ ഈ നിയമങ്ങളൊക്കെ പറയുമ്പോൾ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. സ്വാഭാവികമായും ഇങ്ങനെയുള്ള നിയമങ്ങൾ കേൾക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള കാരുണ്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിലെ വിഷമങ്ങളും നഷ്ടബോധങ്ങളും, അതോ എനിക്കിത് കിട്ടിയില്ലല്ലോ, എന്നോട് ഇതാണല്ലോ ചെയ്തത്, നിയമം ഇതായിട്ടു എന്ന് പറയുന്ന ആ ഒരു നഷ്ടബോധങ്ങൾ വരും. അപ്പം നിങ്ങൾ ഓർക്കുക, ഈ ഒരു നിയമപുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അള്ളാഹു അവിടെ വിധി കൽപ്പിക്കുക. അള്ളാഹു അൽ ഹക്കീമാണ് അല്ലെ. അള്ളാഹു ഒരിക്കലും അനീതി നമ്മളോട് കാണിക്കൂല. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മളോട് ഇത്രയധികം അനീതികൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അവിടെ വെച്ച് നമുക്ക് എത്ര വലിയ നീതിയായിരിക്കും കിട്ടാൻ പോണതല്ലേ. അപ്പം അതിനകത്ത് പ്രതീക്ഷയുള്ള ആളുകളാവാം. നമ്മളോട് ഇവിടെ ഭൂമിയിൽ അനീതി ചെയ്തോട്ടെ ആളുകൾ. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല, നമ്മളോട് ഇങ്ങോട്ട് ചെയ്ത അനീതിനേക്കാളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. അതിന് നമുക്ക് മാപ്പാക്കാൻ പറയണമെങ്കിൽ, മനുഷ്യന്മാരുടെ ഇടയിലുള്ളത് നമ്മൾ അവരോട് തന്നെ പറഞ്ഞു തീർക്കണം അല്ലെ. അത് പറയണമെങ്കിൽ അത് പറയാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പുറത്ത് തൗബ ചെയ്ത് മടങ്ങുക. അവിടെ ചെന്നിട്ട് അള്ളാഹു നീതി നടപ്പാക്കുമ്പോൾ നമ്മൾ നഷ്ടക്കാരായി പോകരുത്. അതുകൊണ്ട് നമുക്ക് ശരിക്കും ഇതൊക്കെ അറിയുമ്പോൾ നഷ്ടബോധത്തിനേക്കാൾ കൂടുതൽ, നമ്മളോട് അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നഷ്ടബോധത്തിനേക്കാൾ കൂടുതൽ നമുക്ക് ഉണ്ടാവേണ്ടത് പ്രതീക്ഷയാണ്. അൽഹംദുലില്ലാ, ഇത് പറഞ്ഞത് കൊണ്ടല്ലേ എനിക്ക് ഞാൻ അവരോട് ചെയ്ത തെറ്റിന് എനിക്ക് മാപ്പ് ചോദിക്കാനും തൗബ ചെയ്ത് മടങ്ങാനും പറ്റിയത്. പകരം നമ്മൾ ഖുർആൻ ഇങ്ങനെയാ പറഞ്ഞത്, എന്നാ പിന്നെ എന്റെ ഹക്ക് ഞാൻ പിടിച്ചു പറിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞാൽ ഇറങ്ങിയ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുള്ളൂ കാര്യങ്ങൾ അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമങ്ങൾ പറഞ്ഞ ഓരോ സ്ഥലത്തും അള്ളാഹു വിട്ടുവീഴ്ചകളും നമുക്ക് പ്രതിഫലം നേടാനുള്ള അവസരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അൻ തഅഫു അഖറബു ലിത്തഖ്വ വലാ തൻസൗൽ ഫദ്ല ബൈനക്കും ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. നിശ്ചയമായും അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതെല്ലാം കാണുന്നവനാണ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ കാണുന്നുണ്ട് അല്ലെ. നിങ്ങളുടെ ദേഷ്യത്തിന്റെ സമയത്തിൽ, ഇമോഷൻസിന്റെ ഓവർഫ്ലോ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാ പ്രതികരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. അള്ളാഹ് കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. പലപ്പോഴും നമ്മളെ പണ്ട് വേദനിപ്പിച്ച പ്രയാസപ്പെടുത്തിയ ആരെങ്കിലും ഒരുപക്ഷെ കാലങ്ങൾ കൊണ്ട് നമ്മളെ സാഹചര്യം മാറിയിട്ടുണ്ടാവും. അവരെ സഹായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നമ്മളെ എത്തിച്ചിട്ടുണ്ടാവും, ഉയർത്തിയിട്ടുണ്ടാവും. അപ്പൊ അവര് നമ്മളെ അടുത്ത് ഒരു സഹായം ചോദിച്ചു വരുമ്പോ അല്ലെ, സുബ്ഹാനല്ലാഹ്, നമുക്ക് നല്ല ഒരു ചാൻസ് കിട്ടിയ പോലെയാ അല്ലെ. എന്തായിരുന്നു അന്ന് നീ എന്നോട് ചെയ്തത്. ഇനി ചിലപ്പോൾ നമ്മൾ അതൊന്നും പറയില്ലായിരിക്കും, അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്പൈറ്റ്ഫുൾനെസ് എന്തായാലും ഉണ്ടാവും. ഓനെന്നാൽ എന്നോട് അത് അങ്ങനെ ചെയ്തത്, ഞാനായിട്ടാണ് അത് കൊടുത്തത് അല്ലെ. എന്നിട്ട് നമ്മൾ നാലാളോട് അത് പറയുകയും ചെയ്യും. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഓൻ അത് കൊടുക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല വാച്ച് ചെയ്യുന്നുണ്ട് നമ്മളെ. ഓക്കെ. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. അപ്പൊ നമുക്ക് കാരുണ്യം കാണിക്കാൻ പറ്റുന്ന, ഫദ്ല് കാണിക്കാൻ പറ്റുന്ന, കൈൻഡ്നെസ് കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും നഷ്ടപ്പെടുത്തണ്ട. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ വേറൊരാളോട് എന്ത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളോട് ഇങ്ങോട്ട് എന്ത് ചെയ്ത ആൾക്കാരോടും അങ്ങോട്ട് കാണിക്കുമ്പോൾ ശരിക്കും നമ്മൾ അത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം അതുകൊണ്ട് ഭൂമിയിലുണ്ടോ? ഇല്ല. നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്റെ റബ്ബിന് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചെയ്യുന്ന നിസ്കാരവും നോമ്പൊക്കെ റബ്ബിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഇങ്ങോട്ട് എനിക്ക് ഒരു നേട്ടവും ഇല്ലാണ്ടും നമുക്ക് അങ്ങോട്ട് നമ്മളെ വെറുപ്പിച്ചവർക്ക് വേണ്ടി കാരുണ്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവരെ കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് റബ്ബിന് വേണ്ടി ചെയ്യുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. റബ്ബിന്റെ പ്രതിഫലം വേണമെന്നുള്ളത് ആൾക്കാരിൽ നിന്ന് എനിക്കൊന്നും വേണ്ട അല്ലെ, അള്ളാഹുവിൽ നിന്നും മതി. കാരണം പലപ്പോഴും നമുക്ക് ചിലരുടെ അടുത്ത് ചില അടികളൊക്കെ കിട്ടുമ്പോൾ പിന്നെ ആ ഭാഗത്തേക്കേ നമ്മൾ തിരിഞ്ഞു നോക്കൂല. കാരണം ഓരോരുത്തർ അടുത്ത അടി കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട്, സുബ്ഹാനല്ലാഹ്, ശരിയാണ്, നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം. പക്ഷേ അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചിട്ട് നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. കാരണം നമ്മൾ അള്ളാഹുവിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്, ആൾക്കാരിൽ നിന്നല്ല അല്ലെ. എന്തായാലും ആൾക്കാർക്ക് നമുക്കൊന്നും തരാനും പറ്റൂല, ഒന്നും തരാനും പറ്റൂല, ഒന്നും തടയാനും പറ്റൂല. വലാ തൻസൗൽ ഫദ്ല ബൈനക്കും ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ.
നമ്മളിവിടെ 2 കേസസ് പറഞ്ഞു. വിവാഹമൂല്യം നിശ്ചയിച്ച കാര്യവും നിശ്ചയിക്കാത്ത കാര്യം. 2 കേസിലും വിവാഹം കോൺസുമേഷൻ നടന്നിട്ടില്ല. അതായത് അവർ തമ്മിലുള്ള വിവാഹ പൂർത്തീകരണം അല്ലെങ്കിൽ ശാരീരിക ബന്ധം ഏർപ്പെടാത്ത 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 2 കേസ് കൂടെ ഉണ്ട് അല്ലെ. അതായത് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വിവാഹമൂല്യം നിശ്ചയിച്ചിട്ടുണ്ട്, വിവാഹം കൺസമേഷൻ അതായത് വിവാഹ പൂർത്തീകരണം നടക്കുകയും ചെയ്തിട്ടുണ്ട്, അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെയുള്ള കേസിൽ എന്താണ് സ്ത്രീക്ക് വെക്കാൻ പറ്റുക? അതായത് പുരുഷൻ തൊലാക്ക് ചൊല്ലുവാണെങ്കിൽ മഹർ അവൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഫുള്ളായിട്ട് അവൾക്ക് എടുക്കാം അല്ലെ. നമ്മൾ നോർമൽ തൊലാക്കിന്റെ കാര്യം നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത് അത് തന്നെയാണ്. അതായത് വിവാഹം നിശ്ചയം മൂല്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, അവർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നടക്കുന്ന തൊലാക്ക് എന്ന് പറയുന്നത് സ്വാഭാവിക തൊലാക്ക്. അവളുടെ അടുത്തുനിന്ന് അവന് തിരിച്ചൊന്നും വാങ്ങാൻ പറ്റില്ല, അത് ഫുൾ അവൾക്കുള്ളതാണ്. ഇനി 4-മത്തെ ഒരു കേസ്, വിവാഹമൂല്യം നിശ്ചയിച്ചിട്ടില്ല, പക്ഷേ ഈ ഒരു സംഭവം അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, വിവാഹം ലൈക്ക് മാരേജ് കോൺസുമേഷൻ നടന്നിട്ടുണ്ട്, അതിനുശേഷം നിക്കാഹ് നടക്കുകയാണ്. അപ്പം ഈ വിവാഹ മൂല്യം നിശ്ചയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നിക്കാഹ് നടന്നിട്ടില്ല എന്നല്ല കേട്ടോ, സിന ആണെന്നല്ല പറയുന്നത്. നിക്കാഹ് നടന്നിട്ടുണ്ട്. നിക്കാഹിന്റെ സമയത്ത് ഞാൻ ഏറ്റവും ആദ്യം പറയുന്നത്, നിക്കാഹിന്റെ സമയത്ത് ഒരു വിവാഹ മൂല്യം അല്ലെങ്കിൽ മെഹർ പറഞ്ഞിട്ടുമുണ്ട്, പക്ഷെ അവന് കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ തന്നെ അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. സത്യം പറയണമെങ്കിൽ അത് ഫെയർ അല്ല. കാരണം സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ അവന് എന്താണ് കൊടുക്കേണ്ടത്? മെഹർ കൊടുക്കൽ നിർബന്ധമാണ്. അപ്പം ഇത് പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ സാഹചര്യത്തിൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണ്. കാരണം നമ്മളെ സാഹചര്യത്തിൽ വിവാഹമൂല്യം നിശ്ചയിച്ച് വെച്ചിട്ട് ലൈക്ക് മെഹർ നിശ്ചയിച്ച് വെച്ചിട്ട് കൊടുക്കാത്ത ഒരു സാഹചര്യം നടക്കാറില്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. ഓക്കെ, പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ മെഹർ നിശ്ചയിക്കലും കൊടുക്കലൊക്കെ ഒന്നിച്ചിട്ടാണ് അല്ലെ. ഇപ്പം ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ സ്ത്രീയും പുരുഷനും അവർ തമ്മിൽ നിക്കാഹ് കഴിഞ്ഞു. ഓക്കെ, സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കാരണം പഠനമോ ജോലിയോ അങ്ങനത്തെ വേറെ എന്തെങ്കിലും കാരണത്താൽ അവർ കുറച്ച് നാൾ സെപ്പറേറ്റ് ചെയ്ത് ജീവിക്കാൻ തീരുമാനമൊക്കെയാണ്. അപ്പം തീരുമാനിച്ചു, ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത്, അതായത് പുരുഷൻ അവളെ ഗൾഫിലേക്ക് കൊണ്ടുപോകാന്ന് വെച്ചോ, ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന സമയമാകുമ്പോൾ, അതായത് അവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ മെഹർ തന്നിട്ട് നിങ്ങൾക്ക് ലൈക്ക് ഒന്നിച്ച് ജീവിക്കാം എന്നൊക്കെ തീരുമാനിച്ച് നിക്കാഹൊക്കെ നടത്തി നോക്കാം. പക്ഷെ അവർക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്നിച്ച് വരാൻ കഴിഞ്ഞു, അവരൊന്നിച്ച് എവിടെയെങ്കിലും ഒരു ട്രിപ്പൊക്കെ പോയി, ആ സമയത്ത് അവരുടെ മെഹർ നിശ്ചയിച്ചിട്ടില്ല അല്ലെ, മെഹർ കൊടുത്തിട്ടുമില്ല, പക്ഷെ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പക്ഷെ പിന്നീട് അവർ തീരുമാനിക്കുകയാണ് ഇത് ഡിവോഴ്സ് ചെയ്യണം, മെഹർ കൊടുത്തിട്ടില്ല അവിടെ, പക്ഷെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഡിവോഴ്സ് നടന്നാൽ എന്താണ് സ്ത്രീക്ക് കിട്ടുക? അവൾ ചോദിക്കുന്നത് എന്തും അവൾക്ക് കിട്ടുമോ? അല്ല. ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫത്വ എന്താന്ന് വെച്ചാൽ മഹർ മിസ്ല് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. മിസ്ല് അതായത് പോലെ ഉള്ള, സിമിലർ ആയിട്ടുള്ള മിസ്ല്. എന്തുപോലെയുള്ള? അവളുടെ കുടുംബത്തിലെ മറ്റ് സ്ത്രീകൾക്ക് എന്ത് മെഹറാണോ കിട്ടിയിട്ടുള്ളത്, അതായത് അവളുടെ സഹോദരിമാര്, അതിൽ അവളുടെ ഉപ്പ സൈഡിൽ അവളുടെ സഹോദരിമാർ, സ്വന്തം മീൻസ് ആ ഉപ്പന്റെ തന്നെ മക്കള് അല്ലെങ്കിൽ ഉപ്പന്റെ സിസ്റ്റേഴ്സ് അങ്ങനെ ഉണ്ടാവുമല്ലോ, അവളുടെ പിതാവിന്റെ സൈഡിലെ സ്ത്രീകൾക്ക് പൊതുവെ എത്രയാണ് മഹർ കിട്ടാറ് അതുപോലെയുള്ള. ഇപ്പൊ ഉദാഹരണത്തിന് അവൾക്ക് 2 സഹോദരിമാരുണ്ടെന്ന് വെച്ചാൽ, ഒരാൾക്ക് 10 പവനും ഒരാൾക്ക് 12 പവനാണ് മെഹർ കിട്ടിയെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഇവൾക്ക് ഏകദേശം അതിന്റെ ഒരു ആവറേജ് 10, 11, 12 ആ ഒരു ലെവലില് മെഹർ അവൾക്ക് കൊടുക്കണം എന്നാണ് ഈ ഒരു കോണ്ടെക്സ്റ്റ്, ഈ ഒരു കാര്യത്തിലുള്ള നിയമം. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. 238 ഹാഫിദു അലസ്വലവാതി വസ്സലാത്തിൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ. എല്ലാ നമസ്കാരങ്ങളെയും പ്രത്യേകിച്ച് വിശിഷ്യ മധ്യ നമസ്കാരത്തെയും സംബന്ധിച്ച് നിങ്ങൾ സൂക്ഷിച്ചു പോരുവിൻ. ഒതുക്കത്തോടുകൂടി, അതായത് ഭക്തിയുള്ളവരായ നിലയിൽ അള്ളാഹുവിന് വേണ്ടി നിൽക്കുകയും ചെയ്യുവിൻ. വാക്കർത്ഥം ഹാഫിദു, ഹാഫ്ല നിങ്ങൾക്കറിയാം. ഹാഫിദു എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയോടെ നിർവഹിക്കുവിൻ. അലസ്വലവാത്ത് നമസ്കാരങ്ങൾ, വസ്വലാത്തി നമസ്കാരവും, അൽ വുസ്ത മധ്യമമായ വാവ് സീൻ തോ, വഖൂമു നിങ്ങൾ നിൽക്കുകയും ചെയ്യൂ, ലില്ലാഹി അള്ളാഹുവിന്റെ മുമ്പിൽ, ഖാനിതീൻ ഭക്തരായിക്കൊണ്ട്, ഭാ മിസ്സിങ് കേട്ടോ, ഭക്തരായിക്കൊണ്ട്. നൂൻ ടാൻ. തഫ്സീർ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഹാഫിളു, നിങ്ങൾ സംരക്ഷിക്കുക, ഹിഫ്ള് ചെയ്യുക, ഓക്കെ, ഗാർഡ് ചെയ്യുക നിങ്ങളുടെ നമസ്കാരങ്ങളെ. വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ടാവും അല്ലെ? കാരണം നമ്മൾ ഇത്രയും കാലം, കുറച്ച് കാലങ്ങളായിട്ട് തലാഖും ഇദ്ദയും മെഹറും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വിച്ച് ഇട്ട പോലെ ഹാഫിദു അലസ്സലവാത്ത്, നിങ്ങളുടെ നമസ്കാരങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളുടെ നമസ്കാരങ്ങളെ നിങ്ങൾ മറന്നുപോകല്ലേ അല്ലെ
എന്താ ഇപ്പൊ ഇവിടെ ഒരു കണക്ഷൻ? പലപ്പോഴും ആളുകൾ ഖുർആനെ കുറിച്ച് ആരോപണം നടത്തുന്നവര് പറയാറുണ്ട് ഖുർആൻ ഇൻകോഹെറന്റ് ആണെന്ന്. അതായത് ചേർച്ചയില്ല, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഖുർആനിൽ. ഒന്ന് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെയാ പറയാ എന്നൊക്കെ പറയാറുണ്ട് ഖുർആനെ കുറിച്ച് ആരോപണം പറയുന്നവർ. സുബ്ഹാനല്ലാഹ്. പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടോപ്പിക്ക് മാറിയിട്ട് വേറെ എന്തോ ടോപ്പിക്കിലേക്ക് പോകും. സുബ്ഹാനല്ലാഹ്. സത്യം പറയുകയാണെങ്കിൽ ഖുർആനില് കംപ്ലീറ്റ് കോഹറൻസ് ആണ്, കംപ്ലീറ്റ് ചേർച്ചയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഖുർആനിൽ പറയുന്നുള്ളൂ. നമ്മൾ മുമ്പ് പല സാഹചര്യങ്ങളിലും ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. പക്ഷെ എങ്ങനെയാണ് നമുക്ക് ആ കണക്ഷൻ കിട്ടുക? നമ്മൾ റിഫ്ലക്ട് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം ഖുർആനെ കുറിച്ച് അല്ലെ. ഖുർആൻ എന്ന് പറയുന്നത് നമുക്ക് കുറെ ഇൻഫർമേഷൻ തരുന്ന എന്തോ ഒരു ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഉള്ള ബുക്കല്ല, കഥ പറയുന്ന ഒരു ബുക്കല്ല. അതൊരു സന്ദേശമാണ്, അതൊരു മൗഇദയാണ് അല്ലെ, നമുക്കുള്ള ഉപദേശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ ഒരേ തീമിൽ, ഇപ്പൊ നമ്മൾ ഒരു ഫിസിക്സിനെ കുറിച്ചുള്ള ഒരു ബുക്കാണെങ്കിൽ അതിനകത്ത് ത്രൂ ഔട്ട് ഫിസിക്സ്, കാരണം അത് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻസ് ആണല്ലേ. എന്നാൽ നമ്മളൊരു ചരിത്ര പുസ്തകം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കഥകളാണ് പറയുന്നത്, അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ച സംഭവങ്ങളാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഫുൾ ഒരേ തീമായിരിക്കും. പക്ഷെ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ജീവിതത്തിന്റെ അല്ലെ, സാമൂഹികവും പേഴ്സണലും ഫിനാൻഷ്യൽ ഡീലിങ്സും എല്ലാ കാര്യങ്ങളും ഉള്ള ഡീലിങ്സിനുള്ള ഉപദേശമാണ്, സന്ദേശമാണ്. അപ്പൊ അതിനകത്ത് എല്ലാം കവർ ചെയ്യണം, ഓരോന്ന് കണക്റ്റഡ് ആണ്. ഒരു വ്യക്തിന്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഒന്നിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എല്ലാം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ആ ഒരു കണക്ഷനിൽ അങ്ങനെ ഒഴുകുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അത് അത്രയും ചിന്തിക്കുകയും അറിയുകയും അല്ലെ, അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും തദബ്ബുറൊക്കെ ചെയ്യുന്നവർക്കേ ആ ഒരു അവസ്ഥയിലേക്ക് അത് ഖുർആൻ കോഹറന്റ് ആണ്, അനുബന്ധമില്ലാത്ത കാര്യങ്ങളല്ല പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഡിവോഴ്സിനെ കുറിച്ച് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വിഷമം അല്ലെ, സ്വാർത്ഥത, എന്റെ അവകാശം, എന്റെ മഹർ, എന്റെ സ്വർണം, എന്റെ പൈസ, എന്റെ വീട്, എന്റെ സ്വത്ത് അല്ലെ, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാഹചര്യമാണ് തലാഖ് എന്നൊക്കെ പറയുമ്പോൾ. ഫുൾ ഓരങ്ങനെ ചെയ്തു, ഓരിങ്ങനെ ചെയ്തു, ഓരെന്നാലും അപ്പം സെൽഫിഷ്നെസ്, അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പം സ്വാഭാവികമായിട്ടും മനുഷ്യന്മാര് അവരുടെ കടമകൾ അങ്ങോട്ട്, അവകാശങ്ങൾക്ക് വേണ്ടി വാദങ്ങൾ നടത്തുമ്പം കടമകൾ അങ്ങോട്ട് മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്റെ മേൽ ഇങ്ങനത്തെ ബാധ്യതകളൊക്കെ ഉണ്ട്, നിർബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അല്ലെ. സ്വാഭാവികല്ലേ? ഇതുപോലത്തെ ഒരു വളരെ ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്റെ അവകാശങ്ങൾ തരാത്തതിനെ കുറിച്ച് ഞാൻ ബേജാറാകുമ്പോൾ, ഓരെനിക്ക് അത് തന്നില്ലല്ലോ, ഇത് തന്നില്ലല്ലോ, ഓരോ അങ്ങനെ ആക്കിയല്ലോ ഇങ്ങനെ ആക്കിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്റെ മേലെ കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ടെന്ന് നമ്മൾ മറന്നു പോകും. അള്ളാഹ് പറയാണ്, ശരിയാണ്, നിങ്ങൾക്ക് ഇതാ മാഷാഅല്ലാഹ് ഞാൻ എത്രയാ അവകാശങ്ങളിലെ സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ആയത്തുകളൊക്കെ ഫുള്ള് നിങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. അത് നിങ്ങളുടെ റബ്ബിന് നിങ്ങളുടെ മേലെ ചില അവകാശങ്ങളുണ്ട് അല്ലെ. റബ്ബിന് നിങ്ങൾ വിട്ടുകൊടുക്കേണ്ട ചില അവകാശങ്ങൾ നിങ്ങൾ മറന്നു പോവരുത്. നമ്മൾ ഡിവോഴ്സ് പോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ അല്ലെ, വേദനിപ്പിക്കപ്പെട്ട് ഇമോഷണലി ഹേർട്ട് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം മറന്നു പോവുക എന്താ? നമസ്കാരം അല്ലേ. വളരെ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്, എനിക്കതൊന്നും ചിന്തിക്കാൻ വരെ വയ്യ അല്ലെ. അങ്ങനെ സ്വാഭാവികമായിട്ടും ആളുകൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോഴും ഞാൻ നിസ്കരിക്കണം, ഇന്ന് എന്റെ കല്യാണമാണ്, എന്റെ ജീവിതത്തിൽ ഈ ഒരു ദിവസമെങ്കിലും നിസ്കാരത്തിൽ നിന്ന് എനിക്ക് മോചനമുണ്ടോ? ഇല്ല, നമ്മൾ നമസ്കരിക്കണം. കാരണം നമ്മളുടെ അവകാശങ്ങൾ അള്ളാഹ് വിട്ടു തന്നാൽ അള്ളാഹിന്റെ അവകാശങ്ങൾ നമ്മളും വിട്ടു കൊടുക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ കല്യാണത്തിന്റെ രാത്രി ആണെങ്കിൽ പോലും അന്നും നമ്മൾ ഇശാ നിസ്കരിക്കണം, പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഫജർ നിസ്കരിക്കണം അല്ലെ. സുബ്ഹാനല്ലാഹ്. ഡിവോഴ്സിന്റെ ലൂടെ കടന്നു പോവാണ്, തലാഖിലൂടെ കടന്നു പോവാണ്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കുടുംബം മുഴുവൻ അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി ലേറ്റ് നൈറ്റ് ഒക്കെ കുടുംബത്തിൽ ഇതന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താവുമെന്ന് അറിയില്ല. അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ഫജർ നിസ്കരിക്കണം, അന്ന് രാത്രി ഇശാ സമയത്ത് നിസ്കരിക്കണം. എന്നാൽ ഈ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ മതിയോ? പറ്റൂല അല്ലെ. അള്ളാഹ് പറയണ ഹാഫിദു അലസ്വലവാത്ത്, നിങ്ങൾ നമസ്കാരങ്ങൾ ഗാർഡ് ചെയ്യുക, സംരക്ഷിക്കുക. ഹാഫിദു ഹിഫ്ള് അല്ലെ. മുഹാഫള എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഗാർഡ് ചെയ്യുക, സംരക്ഷിക്കുക. എന്തിനു വേണ്ടിയിട്ട്? അത് വേസ്റ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടി, നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സംരക്ഷിക്കുന്നതിനാണ് മുഹാഫള എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമസ്കാരത്തിനെ ഗാർഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വേസ്റ്റ് ആയി പോകും. അതേപോലെ മുഹാഫളക്ക് വേറൊരു അർത്ഥമുള്ളത് മുദാവമ
അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മേലെ ആയിരിക്കുക, സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ മേലെ തന്നെ ആയിരിക്കാം. അതിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ മേലെ തന്നെ നമ്മൾ ആയിരിക്കുക. അതിനെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോലെ. ഒരു ഗാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സെക്യൂരിറ്റീനൊക്കെ ആലോചിച്ച് നോക്കപ്പോ ഒരു ബിൽഡിങ്ങിലൊക്കെ ഉള്ള ആ സെക്യൂരിറ്റിക്ക് അവര് ലൈക്ക് ഒരു രാത്രി പകല് മുഴുവൻ ഇരുന്ന സെക്യൂരിറ്റിക്ക് രാത്രി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉറക്കം വരും അല്ലെ. അപ്പം പുതിയ ഷിഫ്റ്റിലെ ആളുകൾ വന്നിട്ട് ഇയാൾ പോവുള്ളൂ. അപ്പം അത് കോൺസ്റ്റന്റ് ആയിട്ട് സംരക്ഷിക്കണം അല്ലെ. ഓ സെക്യൂരിറ്റി ഉണ്ട്, പകല് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ ഏതെങ്കിലും സ്ഥലത്ത്? അല്ലെങ്കിൽ രാത്രി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കും ഇല്ല. അത് 24 hours ആണ്, 24/7 സപ്പോർട്ടാണ് അതല്ലേ. സുബ്ഹാനല്ലാഹ്. അതേപോലെ ഫുൾ ടൈം കോൺസ്റ്റന്റ്ലി അതിന്റെ മേലെ ശ്രദ്ധ ചെലുത്തുക, അതിനെ ഒരിത്തിരി പോലും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ. അപ്പൊ മുഹാഫള എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കുക? നഷ്ടപ്പെടുത്താത്ത രീതിയിൽ സംരക്ഷിക്കുക, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് സംരക്ഷിക്കുക. അപ്പൊ അള്ളാഹ് പറയണ ഹാഫിദു, നിങ്ങൾ സംരക്ഷിക്കുക, നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക റെഗുലർ ആയിട്ട്. എന്തിനെ? അസ്വലവാത്ത്, സ്വലാത്തിന്റെ സ്വലാത്തിന്റെ പ്ലൂറലാണ് അസ്വലവാത്ത്. നിങ്ങളുടെ 5 വക്ത നമസ്കാരങ്ങൾ, നിങ്ങളുടെ നമസ്കാരങ്ങൾ നിങ്ങൾ സമയത്ത് നിസ്കരിക്കുക, നെഗ്ലക്ട് ചെയ്യല്ലേ, അതിനെ വിട്ട് കളയല്ലേ, അതിനെക്കുറിച്ച് മറന്നു പോവല്ലേ, അതിൽ നിന്ന് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവല്ലേ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലേ നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും, കയ്യും കാലും ഒക്കെ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മളെ മനസ്സിൽ മുഴുവനും എന്താണ്? ഡിവോഴ്സ് അല്ലെ. ഓരെന്നാലും എന്നോട് അത് ചെയ്തില്ലേ, എന്നാലും എൻ്റെ അവകാശം വിട്ടുകൊടുക്കേണ്ടി വന്നില്ലേ. ഇനി അതല്ല, കല്യാണത്തിന്റെ ദിവസമാന്ന് ചോദിക്കാം, ആ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ അല്ലെ, തട്ടം അങ്ങനെ കുത്തണം, ലിപ്സ്റ്റിക് ഇങ്ങനെ ഇടണം. സുബ്ഹാനല്ലാഹ്. അപ്പം അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഗിഫ്റ്റുകൾ കിട്ടും, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും. അള്ളാഹ് പറയണ അല്ല, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന നമസ്കാരത്തിൽ. ഹാഫിദു അലസ്വലവാത്ത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ നടക്കുമ്പോഴും അല്ലെ, സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും സാധാരണ നടക്കാത്ത എന്ത് കാര്യങ്ങൾ നടക്കുമ്പോഴും ഏറ്റവും ആദ്യം ഇഫക്റ്റഡ് ആവുന്നത് നമ്മുടെ നമസ്കാരങ്ങളാണ് അല്ലെ. എല്ലാവർക്കും ചിന്തിക്കാം, പലതും പല കാര്യങ്ങളോ. അതിപ്പോ ഇവിടെ കല്യാണം ഡിവോഴ്സും മാത്രമൊന്നുമല്ല അല്ലെ. ഒരു ഹോസ്പിറ്റൽ കേസ് ആയിക്കോട്ടെ, ഇനി ഒരു വീട്ടിലൊരു വിരുന്നോ സൽക്കാരോ ആയിക്കോട്ടെ, ഒന്നും വേണ്ട, നമ്മൾ ഇസ്ലാമികമായിട്ട് സുബ്ഹാനല്ലാഹ് പല പല ഇനീഷ്യേറ്റീവ്സിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ഞാൻ എന്നെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയണം അല്ലെ. നമ്മൾ അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും ആര്? നമ്മുടെ കയ്യും കാലും. നമ്മുടെ മനസ്സ് ഫുൾ അതിനകത്തായിരിക്കും അല്ലെ. നമ്മുടെ മനസ്സ് അവിടെ അറ്റാച്ച്ഡ് ആയിരിക്കും, നമ്മുടെ ചിന്തകൾ മുഴുവനും അതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്ത് അതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും ഏറ്റവും ആദ്യം എഫക്റ്റഡ് ആവുക നമ്മുടെ നമസ്കാരങ്ങളാണ്. നമുക്ക് ഖുശൂ ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ, ഞാൻ വീണ്ടും വീണ്ടും പറയാം, നമ്മൾ കയ്യും കാലും നമസ്കരിക്കും, നമുക്ക് ഖുശൂ ഉണ്ടാവില്ല, നമുക്ക് ഫോക്കസ് ഉണ്ടാവില്ല. എനിക്കും നിങ്ങൾക്കും ഇതിൽ നിന്ന് മുക്തരായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും, ഒരാളെങ്കിലും. എന്തെന്നെ വന്നു കഴിഞ്ഞാലും എനിക്ക് ഖുശൂ ഭയങ്കരമാണ്. അതായത് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, വിഷമിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാലും ഞാൻ എൻ്റെ നമസ്കാരത്തിൽ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണെന്ന്. അല്ലല്ലേ, നമ്മളെല്ലാവരും ഇതിന്റെ ഇരകളാണ്. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് നമസ്കാരം തന്നെ നമുക്ക് അവിടെ മറന്നു. പ്രത്യേകിച്ച് കല്യാണമൊക്കെ വരുമ്പോൾ ഒരു 5-10 ദിവസമുള്ള കല്യാണങ്ങളൊക്കെ സ്വാഭാവികമാണല്ലേ. അപ്പൊ എല്ലാവർക്കും ചോറെടുത്ത് കഴിഞ്ഞിട്ടല്ലേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. നിസ്കാരം മിക്കവാറും മറന്നിട്ടുണ്ടാവും. ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല, പക്ഷെ മറന്നു പോയിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ചില സമയത്ത് നമ്മൾ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര വക്ത നിസ്കരിച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അല്ലെ. ശരിയല്ലേ? മിക്കവാറും എണ്ണമൊക്കെ തെറ്റിയിട്ടുണ്ടാവും. സോറി, എത്ര റക്അത്താണ് ഞാൻ ഉദ്ദേശിച്ചത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറയാണ്, നിങ്ങളുടെ നമസ്കാരങ്ങളെ സംരക്ഷിക്കുക, നിങ്ങൾ ഒഴിവാക്കല്ലേ. പ്രത്യേകിച്ച് വസ്സലാത്തിൽ വുസ്ത. വുസ്ത എന്ന് പറഞ്ഞാൽ മിഡിൽ പ്രെയർ. വുസ്ത എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉമ്മത്തൻ വസത്തൻ വാവ് സീൻ തോ, മധ്യമത്തിലുള്ളത്, നടുവിലുള്ളത്. നടുവിലുള്ളത് ഏറ്റവും ബെസ്റ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് ഇവിടുത്തെ നടുവിലുള്ള പ്രെയർ? നമ്മളെ നടുവിലുള്ള പ്രെയർ ഏതാ? സ്വലാത്തുൽ അസ്ര അല്ലെ. 2 മുമ്പേ ഉണ്ട്, 2 ശേഷമുണ്ട്. അപ്പം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ നടുവിലുള്ള നമസ്കാരത്തിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അഹ്സാബ് യുദ്ധത്തിന്റെ സമയത്ത് മുശ്രിക്കുകൾ വന്നിട്ട് അവർ നമ്മൾ അല്ലെ ചുറ്റുപാട് നിന്ന സമയത്ത്, ഈ കുഴി കുഴിക്കുന്ന പരിപാടിയും ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മളെ തന്നെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഷോയിലായി പോയി. ഷഅലൂന അൻ സ്വലാത്തിൽ വുസ്ത. അവര് നമ്മളെ എന്താക്കി? ഷോയിലാക്കി. ഏത് സമയത്ത്? സ്വലാത്തുൽ വുസ്ത, അസറിന്റെ സമയത്ത്. അങ്ങനെ അവർക്ക് ഒരിക്കൽ അസർ നമസ്കാരം വൈകിക്കേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ സ്വലാത്തുൽ വുസ്ത എന്ന് പറയുന്നത് എന്താണ്? അസർ നമസ്കാരം, നടുവിലുള്ള നമസ്കാരം. അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്.
സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള വേറൊരു റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്, അല്ലദീ തഫൂതുഹു സ്വലാത്തുൽ അസ്രി കഅന്നമാ ഉതിറ അഹ്ലഹു വമാലഹു. ആര് സ്വലാത്തുൽ അസ്ർ നഷ്ടപ്പെടുത്തുന്നുവോ അവൻ ആരെ പോലെയാണ്? അവന്റെ ഉത്തിറ അഹ്ലഹു വമാലഹു, അവന്റെ കുടുംബത്തിന് അല്ലെ, അഹ്ലും മാലും സമ്പത്തിനെയും നഷ്ടപ്പെടുത്തിയവനെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു നാച്ചുറൽ കലാമിറ്റി, ഒരു വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ ഭൂമി കുലുക്കോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സംരക്ഷിക്കട്ടെ, ആമീൻ. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള സാഹചര്യങ്ങളാണ് അതൊക്കെ അല്ലെ. അങ്ങനെ എന്തെങ്കിലും വന്നു, ഓക്കെ, നമ്മൾ എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോഴേക്ക് വീട്ടിലേക്ക് ഫുൾ വെള്ളം കയറി അല്ലെങ്കിൽ ഭൂമി കുലുങ്ങി വീട്ടിനകത്തുള്ളവരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു, അള്ളാഹു കാക്കട്ടെ, ആമീൻ. അതേപോലെ നമ്മൾ സമ്പാദിച്ചതാണ് ആ വീട് അല്ലെ, ആ വീടും വീട്ടിലുള്ളതും എല്ലാം നമ്മൾ സമ്പാദിച്ചതാണ്. അതെല്ലാം നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലെ നമുക്ക്. നമ്മൾ ലോകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന, നമ്മുടെ വേണ്ടതെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യം അങ്ങനെ ഒന്ന് സംഭവിച്ചു എന്നൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അതുപോലെയാണ് സ്വലാത്തുൽ അസ്ർ നഷ്ടപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം ഇമ്പോർട്ടൻസ് ഞാനും നിങ്ങൾ ഇതിന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ സ്വലാത്തുൽ അസ്ർ നഷ്ടപ്പെടുത്തുന്നത് ഇതുപോലെയാണ്. അവന്റെ സ്വത്തും കുടുംബവും നഷ്ടപ്പെട്ടതുപോലെയാണ്. അവൻ നേടിയതെല്ലാം, അവനുള്ളതെല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണ്. അതുകൊണ്ട് സ്വലാത്തുൽ അസ്ർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു നമസ്കാരത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു പറയാനുള്ള കാരണം എന്തായിരിക്കും? അത് റൈറ്റ് ഇൻ ദ മിഡിൽ ആണ് അല്ലെ, ഒരു ദിവസത്തിന്റെ മധ്യത്തിലാണ്. അതായത് ആളുകൾ അവരുടെ ഫസ്റ്റ് ഹാഫിൽ നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ഒരു സമയമാണ് അതല്ലേ. അവരുടെ മോർണിംഗ്, രാവിലത്തെ റൂട്ടീനിൽ നിന്ന് വൈകുന്നേരത്തെ പണികളിലേക്ക് തിരിയുന്ന ഒരു സമയമാണ്. ചിലപ്പം ജോലിയുള്ളവർ ജോലിയിൽ നിന്ന് തിരിച്ചു വരുന്ന, സ്കൂളിൽ പഠിക്കാൻ പോകുന്നവർ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുന്ന, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പണിയെടുക്കുന്നവർ പണികളൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന, ഉറങ്ങുന്ന അല്ലെ. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള ഒരു സ്വിച്ചിങ് നടക്കുന്ന, ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് മാറുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വിച്ചിങ്ങിനിടയ്ക്ക് ഇത് മറന്നു പോകാനും ഡിലേ ആവാനും അല്ലെ, പലപ്പോഴും ഉറങ്ങിയിട്ട് ഡിലേ ആക്കുന്ന ഒരേ ഒരു നമസ്കാരം എനിക്കൊന്ന് ഫജറിനേക്കാളും കൂടുതൽ അസ്റാണ് നമ്മളിൽ പലർക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ഫജർ ചിലപ്പോൾ അത്രയും ഡിലേ ആക്കുന്നുണ്ടാവില്ല, കാരണം തഹജ്ജുദ് ഉള്ളത് കൊണ്ട്. പക്ഷെ അസ്ർ എന്ന് പറയുമ്പോൾ നമ്മളല്ലേ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് അറിയാണ്ട് അസ്റിന്റെ സമയത്ത് കണ്ണു മാളൽ സ്ഥിരമാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ മറന്നു പോകാൻ ഇടയുള്ള ഒരു സാധനം, അല്ലെങ്കിൽ അതിന് സീരിയോസിറ്റി കൊടുക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു സാധനം ആയതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. പലപ്പോഴും ഞാൻ പറയാൻ, നമ്മൾ ഫജർ നമുക്ക് മറന്നുപോലെ, ളുഹർ മറന്നുപോലെ, കാരണം ഇതിനൊക്കെ അതിനെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഓരോ കാരണങ്ങളുണ്ട് അല്ലെ. ഇഷ എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ മറക്കൂല, ഇഷ സ്കെച്ചിട്ട് ഉറങ്ങാന്നാണ് അല്ലെ. മഗ്‌രിബിന് സമയം അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മഗ്‌രിബും വല്ലാതെ നീട്ടി വെക്കൂല. ഫജർ ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നവരായിരിക്കാം, തഹജ്ജുദ് നമസ്കരിക്കുന്നവരായിരിക്കാം, ഫജറും ഒരുപാടൊന്നും ഒരുപക്ഷെ ആളുകൾ ഒഴിവാക്കുന്നുണ്ടാവില്ല. ളുഹർ ഈ പറഞ്ഞ പോലെ പണി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പണിന്റെ മുമ്പേ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ അന്നത്തെ ആ റൂട്ടീൻ കംപ്ലീറ്റ് ആവുന്നത് ളുഹർ നമസ്കരിക്കുമ്പോഴാണ്. പക്ഷെ ഇതിന്റെയൊക്കെ ഇടയിൽ വരുന്ന മൂപ്പരെ പലപ്പോഴും കൈവിട്ടു പോവാറുണ്ട് എല്ലാവർക്കും. സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ മറന്നു പോകും, ഡിലേ ആക്കി പോകും അല്ലെ. അസ്റിലേക്ക് വരുമ്പോൾ സമയവും ഉണ്ട്, കുറെ സമയമുണ്ടല്ലോ അല്ലെ, സമയമുണ്ടല്ലോ, നിസ്കരിക്കാം, ഇപ്പം നിസ്കരിക്കാം, നിസ്കരിക്കാം. കഴിയുമ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാഹ് ഇനി മഗ്‌രിബിന് 10 മിനിറ്റേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു പുറത്തു തരട്ടെ നമ്മളിൽ നിന്നൊക്കെ കൈവിട്ടു പോയ അസ്ർ നമസ്കാരങ്ങളെ, ആമീൻ. അപ്പൊ അള്ളാഹു പറയാണ് വസ്സലാത്തിൽ ഉസ്ത, നിങ്ങൾ അതിനെ നെഗ്ലക്ട് ചെയ്യരുത്. എന്തുകൊണ്ടാണ്? അത് നഷ്ടപ്പെടുത്തുന്നതിന് വലിയൊരു നഷ്ടമാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ വലിയ നഷ്ടം? സ്വലാത്തുൽ അസ്ർ നഷ്ടപ്പെടുത്തുന്നവന് എന്താണ് ഒരു വലിയ നഷ്ടമുള്ളത്? സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഫുൾ മൂൺ, അത് പൂർണ്ണചന്ദ്രനുള്ള നക്ഷത്രം, ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. എല്ലാവർക്കും അതിനെ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, സ്വാഭാവികമായിട്ടും ഒരു ഫുൾ മൂണിലേക്ക് അട്രാക്റ്റഡ് ആവാത്ത ആളുകൾ ഇല്ല തന്നെ അല്ലെ. നമുക്ക് ഫുൾ മൂണിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തിന്റെ ഇടയിലാണെങ്കിലും ഒന്ന് നോക്കിപ്പോകും. അത് രാത്രിയിൽ നമ്മൾ പുറത്തു കൂടെ നടക്കുകയാണെങ്കിലും, കാറിൽ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിലും, ഈവൻ വീട്ടിനകത്ത് ജനലിന്റെ ഉള്ളിൽ കൂടെ കാണുകയാണെങ്കിലും അതിനൊരു പ്രത്യേക ഭംഗി, ഒരു പ്രത്യേക സുഖമാണ് അത് ആസ്വദിക്കാൻ അല്ലെ. എന്തായാലും നമ്മൾ കണ്ടുപോകും. അപ്പം നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോയി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇതേപോലെ അന്ന് ഫുൾ മൂണിന് നിങ്ങളിപ്പോ എത്ര ഈസി ആയിട്ടില്ലേ, എത്ര ഭംഗിയായിട്ട് നിങ്ങൾ കാണുന്നു, അതേപോലെ നിങ്ങൾ അന്ന് റബ്ബിനെ കാണും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര ആഗ്രഹമുണ്ട്, ഭയങ്കര ആവശ്യമുണ്ട്, അത് കാണണം അല്ലെ എന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എപ്പോഴും അതിന്റെ ഏറ്റവും മുമ്പിൽ എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കില്ലേ, ശരിക്ക് കാണണമെങ്കിൽ. സുബ്ഹാനല്ലാഹ് അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം ശരിക്കും കാണണമെങ്കിൽ ഏറ്റവും മുമ്പിൽ ചെന്ന് നിന്നാൽ നല്ലോണം കാണാൻ പറ്റും. സത്യല്ലേ? ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ നിന്ന് എടുത്തു തരാനുണ്ടാവും. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയെ കാണാൻ അതിഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെന്നാണ് വെപ്പ് അല്ലെ.
അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നവരായിരിക്കില്ലേ? അതിന്റെ ഏറ്റവും ഉള്ളവരാവാൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കില്ലേ? സുബ്ഹാനല്ലാഹ്. പിന്നിലായി പോയാൽ നമുക്കൊരു പക്ഷെ ശരിക്കും ചിലത് കാണാൻ പറ്റൂല അല്ലെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നിങ്ങൾക്ക് ചന്ദ്രനെ ഇപ്പൊ നമ്മൾ കാണുന്നത് പോലെ വളരെ ഈസി ആയിട്ട് ക്ലിയർ ആയിട്ട് ഒരു പ്രയാസവും ഇല്ലാതെ കാണാം. എങ്ങനെയാണെങ്കിൽ നിങ്ങള് അസ്ർ നമസ്കാരവും ഫജ്ർ നമസ്കാരവും നഷ്ടപ്പെടുത്തുന്നതിനെ പരമാവധി ഒഴിവാക്കുന്ന ആളുകളാണെങ്കിൽ ഫഇനിസ്തതഅ്തും അൻ അല്ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ. സൂര്യൻ ഉദിക്കുന്നതിന്റെയും അസ്തമിക്കുന്നതിന്റെയും മുമ്പുള്ള നമസ്കാരങ്ങൾ അല്ലെ, ഫജറും അസ്റും. അവിടെയും സുബ്ഹാനല്ലാഹ് ആ വാക്കുകൾ പോലെ ഒരു കാരുണ്യമുണ്ട്. ഫഇനിസ്തതഅ്തും, നിങ്ങളെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി അത് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് രണ്ടും മിസ്സാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹുവിനെ ശരിക്കും കാണണം എന്നുണ്ടെങ്കിൽ, പൂർണ്ണ ചന്ദ്രനെ കാണുന്ന അതേ ഈസോട് കൂടി എളുപ്പത്തോടു കൂടി നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫജറും അസ്റും ശ്രദ്ധിക്കുക. അഗൈൻ അസ്ർ കഴിഞ്ഞ പിന്നെ നമുക്ക് മിസ്സാക്കാൻ സാധ്യതയുള്ള, നമ്മൾ ഇത്തിരി ഒരു ലൈറ്റ് ആയിട്ട് എടുത്തേക്കാവുന്ന നമസ്കാരം ഫജർ തന്നെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാനെ കാണണം എന്ന് ആഗ്രഹമുള്ളവര് അല്ലെ, നമ്മളെല്ലാരും വർത്താനത്തിലും അല്ലെ സുബ്ഹാനല്ലാഹ് പ്രവൃത്തിയിലും ഒക്കെ അള്ളാഹിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിന് എത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ട് സീരിയസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരും ഇവിടെ ഒന്നും ഏറ്റു പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എല്ലാവരും അവനവനോട് ചോദിക്കാം, അവനവൻ ആ കാര്യത്തിൽ ഏത് ലെവലിലാണ് ഉള്ളതെന്ന്. അള്ളാഹു നമുക്ക് അടുത്തടുത്ത ലെവലുകളിലേക്ക് എല്ലാ കാര്യത്തിലും എത്താൻ പറ്റട്ടെ. അള്ളാഹുവിനെ ഏറ്റവും മുമ്പിൽ നിന്നുകൊണ്ട് ഏറ്റവും കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ, എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന, അത് ആസ്വദിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പക്ഷെ നമ്മൾ അസ്റും ഫജറും ഒക്കെ നഷ്ടപ്പെടുത്തുന്നവരാണെങ്കിൽ, അശ്രദ്ധമായിട്ട് അതിനെയൊക്കെ വിട്ട് കളയുന്ന ആളുകളാണെങ്കിൽ, അതിനോട് വലിയ ഒരു കെയർ ഒന്നും കൊടുക്കാത്ത ആൾക്കാരാണെങ്കിൽ അള്ളാഹുവിനെ നമുക്കന്ന് കാണാൻ പറ്റൂല എന്ന കാര്യം ചിന്തിച്ചു നോക്കിയേ. ഭയങ്കര സീരിയസ് ആണ് അതല്ലേ. എല്ലാവരും കാണുമ്പോൾ നമ്മളെ മടി കൊണ്ട്, നമ്മളുടെ അശ്രദ്ധ കൊണ്ട് അന്ന് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്കും കാണാൻ പറ്റൂല എന്ന് വരുമ്പോൾ സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ചില ദിവസങ്ങളിലെങ്കിലും അല്ലെ, എന്തൊക്കെ പണിയുണ്ടെങ്കിലും നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കണം. ഫജറിന് കറക്റ്റ് സമയത്ത് എണീക്കാൻ ശ്രമിക്കണം. ഒക്കെ എല്ലാവർക്കും പണികളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാനും നിങ്ങളും പലപ്പോഴും വിചാരിച്ച പണി തീരാണ്ട് അത് അവസാനത്തേക്ക് വെച്ചിട്ട് അത് അവസാനം അതിന്റെ മേലെ പണിയെടുക്കുന്ന, അല്ലെങ്കിൽ വീട്ടിലെ സിസ്റ്റം അതായിരിക്കും, വീട്ടിലെ ഷെഡ്യൂൾ അങ്ങനെയായിരിക്കും, കുട്ടികളുടെ ഷെഡ്യൂൾ അങ്ങനെയായിരിക്കും, ഭർത്താവിന്റെ ഷെഡ്യൂൾ അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരും. പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് അല്ലേ. നമ്മൾ പലപ്പോഴും ഇങ്ങനെ 5 മിനിറ്റും കൂടെ 10 മിനിറ്റും കൂടെ ഈ പാത്രം കൂടെ കഴുകിയിട്ട്, പാത്രം നാളെ രാവിലെ അടിച്ച് കഴുകിന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല. അള്ളാനെ കാണുന്നത് മിസ്സാക്കുന്നതിനേക്കാളും വലുതൊന്നുമല്ല ഈ രാത്രി എല്ലാ പാത്രവും കഴുകി വെച്ചിട്ട് എല്ലാ പണിയും തീർത്തിട്ട് കിടക്കുക എന്നുള്ളത്. ഞാൻ പാത്രം കഴുകുന്നത് വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ. ഇതുപോലെ പല റീസൺസ് ആണ് നമുക്ക്. സുബ്ഹാനല്ലാഹ്. ഇത് കഴിഞ്ഞാട്ടെ അത് കഴിഞ്ഞാട്ടെ എന്ന് വെച്ചിട്ട് നിസ്കാരം, ഉറക്കം ലേറ്റ് ആകുമ്പോൾ നിസ്കാരം ലേറ്റ് ആവും. അതേപോലെ തന്നെ അസ്റിനും പല കാരണങ്ങളാണ് നമുക്ക് എല്ലാവർക്കും. ആരും ഒഴിവില്ല. സുബ്ഹാനല്ലാഹ്. ഹാഫിദു അല സ്വലവാതി വസ്സലാത്തിൽ വുസ്ത. അള്ളാഹു പറയാണ്, പ്രത്യേകിച്ച് നിങ്ങൾ ഉസ്ത ശ്രദ്ധിക്കുക. വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങേയറ്റം ഒബീഡിയന്റ് ആയിട്ട്, അങ്ങേയറ്റം സമർപ്പണത്തോടു കൂടി നിൽക്കുക. നിങ്ങൾ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നമസ്കാരത്തിൽ ശ്രദ്ധിക്കുക, അള്ളാഹുവിൽ ശ്രദ്ധിക്കുക, ഡിസ്ട്രാക്റ്റഡ് ആവല്ലേ. ഖൂമു ലില്ലാഹി ഖാനിതീൻ. ഖാനിതീൻ എന്ന് പറയുന്നത് ഖാനത്തിന്റെ പ്ലൂറലാണ്. കുനൂത്ത് എന്ന വാക്കിൽ നിന്ന്, നമുക്ക് മുമ്പും ഈ വാക്ക് വന്നിട്ടുണ്ട്. കുനൂത്ത് എന്ന വാക്കിൽ നിന്നാണ്. കുനൂത്ത് എന്ന് പറയുന്നത് അങ്ങേയറ്റം അനുസരണയോടുകൂടി, വിനയത്തോടുകൂടി, കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ ഹ്യൂമിലിറ്റി, അതായത് ഖുശൂവോടുകൂടി ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതിനാണ് ഖാനിത്ത് എന്ന് പറയുന്നത്. മാത്രമല്ല ഖാനിത്തിന് വേറൊരു അർത്ഥം കൊണ്ടുണ്ട്, കോൺസ്റ്റന്റ് ആയിട്ട്. അതായത് നമ്മൾ നമസ്കാരത്തിന് വേണ്ടി കൈ കെട്ടുമ്പോൾ ഖിയാമിലൊക്കെ സുബ്ഹാനല്ലാഹ് ഫാത്തിഹ ഒക്കെ ആലോചിച്ച് ഭയങ്കര കരച്ചിലായിരിക്കും. റുക്കൂയിലേക്ക് എത്തുമ്പോഴേക്കും മെല്ലെ ആങ്ങളെ കുച്ചക്കൻ അതിലേ ഓടുന്നത് കാണുന്നത്. അത് കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് ചിരിച്ചു പോകും. അതല്ലെങ്കിൽ ഇന്നലെ മറ്റൊരാഴ്ച ആ ഒരു മെസ്സേജിന്റെ കാര്യം ആലോചിച്ചിട്ടില്ലേ, അതിനെന്താ ദീനു റബ്ബേ, അത് ആലോചിച്ച് ചിലപ്പോൾ നമ്മളെ മനസ്സിൽ ചിരി വരും. അതും അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ വിചാരിച്ച എന്തെങ്കിലും കാര്യം അപ്പം മനസ്സിലേക്ക് ഓടി വരും. സുബ്ഹാനല്ലാഹ്. ഖൂമു ലില്ലാഹി ഖാനിതീൻ. ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി അങ്ങേയറ്റം കീഴൊതുങ്ങി
നമ്മുടെ ശരീരത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ചൊറിഞ്ഞ്, ഇവിടെ മാന്തി, മക്കനെ ശരിയാക്കി, അല്ലെ, സ്കേർട്ടാണെന്നുണ്ടെങ്കിൽ സ്കേർട്ട് കയറ്റി ഇറക്കി, സോക്സ് ശരിയാക്കി. അതല്ല. ഖൂമൂ ലില്ലാഹി ഖാനിതീൻ. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീസിനകത്ത് പ്രകാരം പറയുന്നുണ്ട്, ഞങ്ങള് ആദ്യകാലങ്ങളിലും ഒക്കെ നമസ്കാരത്തിൽ ഞങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആദ്യകാലത്തില് ഓക്കെ, നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് അടുത്ത് നിൽക്കുക, ഇപ്പം സ്വഫ് ശരിയാക്കാനൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു നമസ്കാരത്തിൽ. ഓക്കെ, പക്ഷെ ഈ ഒരു ആയത്ത് ഇറങ്ങിയതിന് ശേഷം, വഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്ന ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഞങ്ങള് എന്താണ്, നമസ്കാരത്തിൽ സംസാരിക്കുന്നത് വിലക്കി. ഞങ്ങൾ പിന്നെ സംസാരിക്കാറില്ല. നമ്മളിലേക്കൊന്ന് ചിന്തിച്ച് നോക്കുക. ചിലപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് ആദ്യം മുതൽ നമസ്കാരത്തിൽ സംസാരിക്കുന്ന ആൾക്കാരൊന്നും അല്ല, അല്ലെ? നമ്മൾ ആരോടും സംസാരിക്കാറൊന്നുമില്ല നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ അതൊരു മസ്മൂ ആയിട്ടുള്ള ഒരു കലാം നമ്മൾ പറയുന്നുണ്ടാവില്ല. അതായത് പുറത്ത് കേൾക്കുന്ന ഒരു കലാം നമ്മൾ ആരും നമസ്കാരത്തിൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നമ്മളുടെ ഹൃദയത്തിനകത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമസ്കാരത്തിൽ. അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമസ്കാരത്തില് നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? എന്നാൽ അതെന്തേനു, അത് ആ കാര്യം മറന്നുപോയല്ലോ, എന്നാൽ ഓൾ എന്താ എന്നോടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലെ? നമ്മൾ ഇതന്നെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ ചെയ്യാനുള്ളത്, ഇന്നലെ ചോറ് വെച്ചപ്പോ അത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ മറന്നുപോയല്ലോ, നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ നാവ് അതിന്റെ വേറൊരു സൈഡിൽ കൂടെ ബിസ്മിയും അൽഹംദും ഒക്കെ പറയുന്നുണ്ട്, അല്ലെ? ബിസ്മില്ലാഹി റഹ്മാനി റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനി റഹീം. ഏത് റഹ്മാനി റഹീമാ ഞാൻ ഇപ്പൊ പറഞ്ഞത്? ബിസ്മിന്റെ കൂടെ ഉള്ളതാണോ അൽഹംദുന്റെ കൂടെ ഉള്ളതാണോ? നമുക്ക് കൺഫ്യൂഷനായി. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാവ് എന്താണ് നമസ്കാരത്തിൽ പറയുന്നത് എന്ന് നമ്മുടെ തലക്കകത്തുള്ള, നമ്മുടെ ഹൃദയത്തിന് നഫ്സിനകത്തുള്ള സംസാരം കൊണ്ട് നമുക്ക് കൈവിട്ടു പോവാറുണ്ട് പലപ്പോഴും. സുബ്ഹാനല്ലാഹ്. മറ്റൊരു ഹദീസിനകത്ത്, ഹദീസ് ഞാനിവിടെ കോട്ട് ചെയ്തിട്ടില്ല കേട്ടോ, നോട്ട്സ് തരുമ്പോൾ തരാം. അപ്പം ഈ സഹീഹ് ബുഖാരിയിൽ തന്നെ വന്ന വേറൊരു ഹദീസിനകത്ത് ഇപ്രകാരം പറയുന്നുണ്ട്, ആര് നല്ല ഏറ്റവും ഭംഗിയായിട്ട്, അല്ലെ, വുളു ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരം 2 റക്അത്ത് നമസ്കരിക്കുന്നു. ഇനി ആ 2 റക്അത്തില് എന്താ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു. അതിനകത്ത് അവന്റെ നഫ്സിനോട് യുഹദ്ദിസ്, ഹദീസ് എന്നുള്ള വാക്ക്, അല്ലെ, സംസാരിക്കുന്നില്ല. ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു, അവന്റെ നഫ്സിനോട് സംസാരിക്കുന്നില്ല. അതായത് അവനോട് തന്നെ സംസാരിക്കാതെ. ഓക്കെ, മൻ തവദ്ദഅ നഹ്വ വുദൂഇ ഹാദാ സുമ്മ സ്വല്ല റക്അതൈനി ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവൻ മുമ്പ് ചെയ്ത എല്ലാ പാപങ്ങളും, സുബ്ഹാനല്ലാഹ്, പുറത്തു കൊടുക്കപ്പെടും. നമ്മൾ നമ്മളുടെ നഫ്സിനോട് സംസാരിക്കാത്ത ഒരു നമസ്കാരം, ഇന്നലെ ഏതെങ്കിലും ഒരു നമസ്കാരം, ഇന്ന് ഏതെങ്കിലും ഒരു നമസ്കാരം, നമ്മൾ നമ്മളെ നഫ്സിനോട് സംസാരിച്ചുകൊണ്ടാണ് നമസ്കരിക്കാറ്, അല്ലെ? നാവ് അള്ളാഹിനോട് സംസാരിക്കും, നമ്മൾ നമ്മളുടെ നഫ്സിനോട് സംസാരിക്കും. അല്ലാന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ സംസ്കാരങ്ങളൊന്നും എവിടെ എത്തിയിട്ടില്ല, അല്ലെ? നമ്മളൊക്കെ എത്രയോ ആയി എന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ലേ? എത്ര കാലമായി ഇതൊക്കെ തുടങ്ങിയിട്ടില്ലേ? എവിടെ എത്തിയിട്ടില്ല നമ്മളെ നമസ്കാരങ്ങൾ. അള്ളാഹു പുറത്തു തരട്ടെ, ആമീൻ. അപ്പം അപ്രകാരമാണ് അവൻ നമസ്കരിക്കുന്നതെങ്കിൽ അവന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. പക്ഷെ നമ്മൾ നമ്മുടെ നഫ്സിനോട് സംസാരിക്കാത്ത നമസ്കാരങ്ങൾ നമുക്ക് ഇല്ല തന്നെ. അത്രയും നമ്മള്, എത്ര നമുക്ക് ഇഹലോകം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്രയും നമ്മൾ ഇഹലോകത്തോട് അറ്റാച്ച്ഡ് ആണ്. അത്രയും നമ്മുടെ ഹൃദയത്തിനുള്ളിലൂടെ പല കാര്യങ്ങളും കടന്നു പോവാണ്. അള്ളാഹു പറയാണ്, വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. നമുക്ക് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഏറ്റവും കൂടുതൽ എപ്പോഴാണ് വരുന്നത്? നമസ്കാരത്തില് നമ്മുടെ മനസ്സ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രീ ഓക്യുപ്പൈഡ്, അതിനകത്ത് ഹുക്ഡ് ആയിട്ടില്ലേ, അതിനകത്തായിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സംസാരങ്ങൾ വരുന്നത്. അതിനെ കുറിച്ചെങ്കിലും നമുക്ക് വിഷമം വരുമ്പോൾ, അല്ലെ, നമുക്കൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായ എന്തെങ്കിലും വരുമ്പോൾ പിന്നെ കുറച്ച് ദിവസങ്ങളോളം നമ്മളുടെ നമസ്കാരങ്ങളിൽ നമ്മളുടെ സംസാരം എന്ന് പറയുന്നത് നമ്മുടെ നഫ്സിനോടുള്ള സംസാരമാണ്. നാവ് അള്ളാഹിനോട് സംസാരിക്കുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണ്, അല്ലെ? നമ്മൾ എന്തിനെ കുറിച്ചെങ്കിലും വിഷമിച്ചിരിക്കുമ്പോൾ, എന്തിനെങ്കിലും കുറിച്ച് ആധി ഉണ്ടാവുന്ന സമയത്ത്, അത് മാരേജും ഡിവോഴ്സും ഒക്കെ ഒരു വ്യക്തിനെ ശരിക്കും ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. മാരേജിന്റെ സന്തോഷമാണെങ്കിൽ പോലും അതും ബാധിക്കും. കാരണം മനസ്സിനകത്ത് ഫുൾ സന്തോഷത്തിന്റെ സംസാരങ്ങളായിരിക്കും, അള്ളാഹുവിന്റെ അടുത്ത് നാവ് സംസാരിക്കുന്നുണ്ടാവും. ഡിവോഴ്സ്, ത്വലാഖ് പോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതേപോലെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും.
അള്ളാഹു പറയാണ്, നിങ്ങൾ ഇനി എന്തെന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നാലും അതൊരു വിവാഹമോചന, കാരണം വിവാഹമോചനം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പ്രയാസമുള്ള കാര്യമല്ലേ. വിവാഹമോചനം ആണെങ്കിൽ പോലും സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് നമസ്കാരത്തില് അശ്രദ്ധ കാണിക്കാൻ വകുപ്പില്ല. നമസ്കാരത്തിൽ ഖുശൂവോട് കൂടി തന്നെ നിൽക്കണം. അപ്പം ഇതുപോലെയുള്ള പ്രയാസമുള്ള സാഹചര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു കൽപ്പനയും കൊണ്ട് നമ്മളടുത്ത് വരികയാണെങ്കിൽ, മറ്റ് സിറ്റുവേഷന്റെ കാര്യങ്ങളോ ഇതുപോലെ ഇമ്പോർട്ടന്റ് അല്ലാത്ത, അത്രയും നമ്മളെ ജീവിതത്തിനെ ബാധിക്കാത്ത കാര്യങ്ങളുടെ ഇടയിൽ ഉള്ള നമ്മളുടെ നമസ്കാരങ്ങളോ, നമ്മുടെ നിത്യജീവിതത്തിലെ നമസ്കാരങ്ങളോ, ഇതുപോലെയൊക്കെ സാഹചര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പക്ഷേ അല്ലെ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കൊല്ലങ്ങൾ, അത് കഴിയുമ്പോൾ അത് അങ്ങോട്ട് പോകും. എന്ത് പ്രശ്നമാണെങ്കിലും, എന്ത് തലകുത്തി നിൽക്കുന്ന പ്രശ്നമാണെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ അത് അങ്ങോട്ട് മാറും. അപ്പൊ അല്ലാത്ത സമയത്ത് നമസ്കാരം അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരിക്കും അല്ലെ. ഇത്രയും പീക്കായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമസ്കാരത്തിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മളില്ലേ അടിച്ചു വരാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ടാവും, അത് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നാൽ പിന്നെ ഈ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ വളരെ സമയത്ത് കറക്റ്റ് സമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ മാറ്റി വെച്ചിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്നത്. ഓക്കെ, അവല് വക്താക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ അവല് വക്തിൽ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്തായിരിക്കും? ഇന്ന് ആ അടുക്കള അതൊന്ന് വൃത്തിയാക്കിയിട്ട് അവിടുന്ന് അകത്തേക്ക് വരാം. സാധാരണ അകത്തുനിന്ന് അടുക്കളയിലേക്കാ പോക്ക്, ഇന്ന് അടുക്കളയിൽ നിന്ന് അകത്തേക്ക് വരാം. അതായിരിക്കും നമ്മളുടെ നെഫ്സിന്റെ അകത്തുള്ള പ്ലാനിങ്ങും സംസാരവും അല്ലെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ അടിച്ചു വരുന്നതും തുടയ്ക്കുന്നതും കാര്യം പ്ലാൻ ചെയ്യുക. അള്ളാഹ് നിന്നോട് ഞാൻ സംസാരിക്കുകയാണ്, നിനക്ക് കീഴൊതുങ്ങാണ്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദി അല്ലെ, അതൊക്കെ പറഞ്ഞിട്ട് എന്റെ നിസ്കാരവും എന്റെ ത്യാഗവും ഒക്കെ നിനക്കാണെന്നും പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പലതും അല്ലെ, പലതിനെ കുറിച്ചും ചിന്തിക്കുക. ആ മെസ്സേജിന് ഓക്കെന്താ മറുപടി കൊടുക്കുക അല്ലെ, നാളെ ഓര് വരുമ്പോ ഓർക്ക് എന്താ ഭക്ഷണം കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുമ്പം എല്ലാത്തിനെയും നമ്മൾ ബ്ലോക്ക് ചെയ്ത് നിൽക്കണം. വഖൂമു ലില്ലാഹി ഖാനിതീൻ, അങ്ങേയറ്റം ഒബീഡിയന്റ് ആയിട്ട് നമ്മൾ നിൽക്കണം. ശരിക്കും അള്ളാഹിന്റെ മുമ്പിൽ നമുക്ക് ഈസി ആയിട്ട് അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റിയപ്പോഴാണെന്നറിയോ? അള്ളാഹിന്റെ മഹത്വം മനസ്സിലാകുമ്പോൾ. ആരെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമുക്ക് അറിയൂല. ഇപ്പോഴും നമുക്കറിയൂല. അള്ളാഹിന്റെ അടുത്ത് തന്നെ ചോദിക്കും, റബ്ബേ നിന്റെ മഹത്വം എന്നെ മനസ്സിലാക്കിത്താ. സുബ്ഹാനല്ലാഹ്, ശരിക്കും അള്ളാഹ് ആരാന്ന് അറിയുമ്പോഴേ നമ്മൾ അങ്ങനെ നിൽക്കുള്ളൂ. നമുക്ക് ഇപ്പോഴും അറിയില്ല അള്ളാഹു ആരാണെന്ന്. നമ്മളിപ്പോൾ സ്കൂളിലെ ഒരു പ്രിൻസിപ്പൽ വിളിക്കുകയാണ്, കമ്പനീന്റെ ബോസ് വിളിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ പൊസിഷനിൽ കാണുന്ന ഏതൊരാളെ നമ്മളെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ആഞ്ഞു കുഴഞ്ഞ എന്തോ പോലെ അവിടെ പോയി നിൽക്കുമോ? ഇല്ലല്ലേ. നമ്മളെ ബോഡി ലാംഗ്വേജും നമ്മുടെ ചിന്ത പോലും കോൺസെൻട്രേറ്റഡ് ആയി, കാരണം അവരെന്തെങ്കിലും ചോദിച്ചാൽ കറക്റ്റ് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ നമസ്കാരത്തിന്റെ വരുമ്പം നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണ്. കാരണം അള്ളാഹിന്റെ മഹത്വം നമുക്ക് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് ഭയങ്കര അഹങ്കാരമാണ്, നമ്മൾ എന്തോ സംഭവമാണ്, നമ്മൾ ഭയങ്കര ദീനാണ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ നമസ്കാരത്തിന്റെ അർത്ഥം അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഖുശൂ ഉണ്ടാവില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റൂല അല്ലെ. ഇപ്പോഴും നമസ്കാരത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥങ്ങൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്ന് വേറെ എന്ത് ചെയ്യുന്നതിന് മുമ്പ് തുടങ്ങി വെക്കാതെ. അതിനു വേണ്ടി ഇനി വലിയ ഒരു കൊല്ലത്തെ കോഴ്സ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമസ്കാരത്തിന്റെ അർത്ഥം അറിയാൻ വേണ്ടിയിട്ടൊന്നും. എന്തെങ്കിലും ഒരു ബുക്കോ, അതുപോലെ മാഷാഅല്ലാഹ് ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ കാര്യത്തിൽ, പണ്ഡിതന്മാരൊക്കെ എടുത്തു വെച്ചത്. അത് സീരിയസ് ആയിട്ട് അങ്ങോട്ട് എടുക്കുക. അർത്ഥം അറിയാത്ത ഭാഗങ്ങൾ ആദ്യം, കാരണം എല്ലാം ഒന്നും നമുക്ക് അർത്ഥം അറിയാത്തതൊന്നും ആവില്ല. നമസ്കാരത്തിൽ ചൊല്ലുന്നതും പറയുന്നതുമായിട്ടുള്ള ദുആകൾ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ നമുക്ക് മിസ്സായതുണ്ടാവും, ചിലപ്പോൾ തീരെ അറിയാത്തതുണ്ടാവും. അത് ആദ്യം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾ സുബ്ഹാനല്ലാഹ് അല്ലെ, നമ്മളെല്ലാവരും തന്നെ ഖുർആനും അതിന്റെ വാക്കുകളും അർത്ഥങ്ങളും ആഴങ്ങളും റൂട്ടും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമാണ് നമുക്കിപ്പോ പഠിക്കാൻ. സുബ്ഹാനല്ലാഹ്, അപ്പം ഖുർആനും അല്ലെ, നമ്മുടെ നമസ്കാരം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഭയങ്കര സിമ്പിളാ. ഏത് വ്യക്തിക്കും നമസ്കാരത്തിനകത്തുള്ള ദുആകള് അർത്ഥം അറിഞ്ഞ് അതൊന്ന് ചിന്തിച്ച് ഏത് വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്നത് പോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിലെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഖുർആനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാവർക്കും ഒരേപോലെ സിമ്പിളാക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത്. ദീനിലെ നിയമങ്ങളും അങ്ങനെയാണ്. എന്നാൽ ദീനിൽ എന്തെങ്കിലും ഒരിത്തിരി പ്രയാസമുള്ള കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ മേലും ഒരുപോലെ ബാധ്യത ആക്കിയിട്ടുമില്ല. സുബ്ഹാനല്ലാഹ്, അപ്പൊ നമുക്ക് തോന്നുന്നതാണ് എന്തോ വലിയ സംഭവമാക്കിയിട്ട് ഞാൻ ഖുർആൻ പഠിക്കുന്നു, നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആക്കണം എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളടുത്ത് പറയാം, അള്ളാഹു ഇത് എല്ലാവർക്കും വേണ്ടി ഇറക്കിയിട്ടുള്ളതാണ്. എല്ലാവർക്കും, എല്ലാ കാട്ടില് ജീവിക്കുന്ന മനുഷ്യനും
എല്ലാ പാവപ്പെട്ടവനും എല്ലാ പണക്കാരനും എല്ലാ ടെക്നോളജി അഡ്വാൻസ്ഡ് ഉള്ള കാലത്ത് ജീവിച്ചവനും ടെക്നോളജി അഡ്വാൻസ്മെന്റ് ഇല്ലാത്ത കാലത്ത് ജീവിച്ചവനും എല്ലാ ചെറിയ കുട്ടികൾക്കും, അതായത് പ്രായപൂർത്തിയായ മക്കൾക്കും പ്രായമായവർക്കും, അതായത് ബുദ്ധിസ്ഥിരതയുള്ള പ്രായപൂർത്തിയായ എല്ലാ മനുഷ്യന്മാർക്കും ഒരേപോലെ ഇറക്കിയിട്ടുള്ളതാണ് ഈ ഖുർആനും ഈ നമസ്കാരവും ഒക്കെ. അപ്പൊ അതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ അത് ഫുൾ പഠിച്ച് ഭയങ്കര സംഭവം ആവട്ടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വീട്ടിലാണ്. ഇത് ഭയങ്കര സിമ്പിളാ ഖുർആനും. സുബ്ഹാനല്ലാഹ്, അല്ലെ ഖുർആനൊക്കെ ശരിക്കും നമുക്ക് ഭയങ്കര സിമ്പിളാണ്. നമ്മളാണ് ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് അതെന്തോ നമുക്ക് അപ്രാപ്യമായ, നമുക്ക് എത്താൻ പറ്റാത്ത ഉയരത്തിലുള്ള എന്തോ സംഭവമാണ്, അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റൂല, അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല എന്നൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മളുടെ വിവരക്കേടുണ്ട്. കാരണം അത് അത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ അതെങ്ങനെ അള്ളാഹു എല്ലാവർക്കും ഇറക്കിയതാവുക, എല്ലാ കാലഘട്ടത്തിലേക്കും ഇറക്കിയതാവുക? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കും, ഒരു കാട്ടുജാതിയായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ ഇന്നുവരെ പുറം ലോകം പോലും കണ്ടിട്ടില്ല. അവർക്ക് ഒരു പക്ഷെ നാളെ നാട്ടിലെത്തിയിട്ട് ദീൻ സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ അവനും ഇതേ ഖുർആൻ തന്നെ, അവന് വേറെ ഖുർആൻ ഇല്ല, സിമ്പിളായിട്ട് ഇതേ ഖുർആൻ തന്നെ. അപ്പം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഖുർആൻ എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നില്ല? നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കാണ് ഖുർആനും നമസ്കാരവും ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട്. ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ ഇറക്കിയിട്ടുള്ളതാണ്. ഓരോരുത്തർക്കും അവനവന്റെ ലെവലിൽ നിന്ന് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമസ്കാരത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞത്, ഇതിനിപ്പോ എന്തോ മലയാണ്, മറിച്ചിടാൻ എന്നെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ചിട്ട് അത് നാളത്തേക്കും മറ്റന്നാളത്തേക്കും വെച്ചിട്ട് ആരും നോക്കണ്ട. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ നമസ്കാരത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഫർദിൽ നിർബന്ധമായിട്ട് നമ്മൾ പറയുന്ന എല്ലാ ദുആകളുടെയും അർത്ഥങ്ങൾ ശരിക്കും പച്ചവെള്ളം പോലെ നമ്മൾ പഠിക്കുക. അതിനുവേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് തുടങ്ങുകയാണെങ്കിൽ മാഷാ അല്ലാഹ് ഖൈർ, എല്ലാവർക്കും അതിനകത്ത് പങ്കുചേരാം, പെട്ടെന്ന് തീർക്കാവുന്ന കാര്യമുള്ളത്. അപ്പൊ ചിന്തിക്കുക, കോൺഷ്യസ് ആയിട്ട് ചെയ്യുക. സമി അള്ളാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ എന്താണ്, അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അവൻ അത് കേൾക്കുന്നുണ്ടെന്നല്ലേ? അപ്പൊ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം. ആ സമയത്ത് അവൻ സ്തുതിക്കുന്നവനാണ് കേൾക്കുന്നത്, അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു നമ്മുടെ സ്തുതികൾ കേൾക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കേണ്ട പോലെ സ്തുതിക്കണം, അല്ലെ? ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. വേണ്ട വെറും അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലെ? അതിന്റെ ഓരോന്നിന്റെയും അർത്ഥം നമുക്ക് അറിയുമ്പോൾ സുബ്ഹാനല്ലാഹ്, സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാനകല്ലാഹുമ്മ സോറി അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. സിമ്പിൾ വാക്കുകളോ, സിമ്പിൾ മീനിങ്ങുകളോ, അതൊക്കെ നമുക്ക് അർത്ഥം അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നമ്മളെ നഫ്സിനോട് സംസാരിക്കുന്നതിനെ നമുക്ക് തടയാൻ പറ്റും. ഇതൊന്നും അർത്ഥം അറിയാഞ്ഞിട്ടൊന്നല്ല കേട്ടോ, നമ്മളിത് ശ്രദ്ധിക്കാതെ നമുക്ക് അതങ്ങോട്ട് ശീലമായി പോയിട്ടാണ്. നമുക്ക് നമസ്കാരങ്ങളിൽ ചിലപ്പോൾ ഒരു ഖുശൂ ഒക്കെ കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഖിയാമിൽ കുറച്ചു നേരം ഖുർആൻ ഓതുമ്പോൾ അതിനെ ഇത്തിരി ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവും, കരയാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ സുജൂദിൽ ചിലപ്പോൾ ദുആ ചെയ്യുമ്പോൾ പറ്റുന്നുണ്ടാവും. ബാക്കി സമയങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ നഫ്സിനോട് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ ചുരുക്കം ഏതെങ്കിലും 1-2 നമസ്കാരങ്ങളിൽ, അല്ലെങ്കിൽ ഇത് 1-2 റക്അത്തുകളിൽ, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം എത്രയും പെട്ടെന്ന് അർത്ഥങ്ങൾ ഏതെങ്കിലും ഇനിയും അറിയാത്തത് ബാക്കിയുണ്ടെങ്കിൽ അതെടുക്കുക, സീരിയസ് ആയിട്ട് അതിനെ പഠിക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പം നമുക്കറിയാം, അള്ളാഹു ഗ്രേറ്റർ ആണ്. അള്ളാഹു എല്ലാം, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിനേക്കാളും, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിനേക്കാളും അള്ളാഹു വലിയവനാണ്. ആൻഡ് അതിനകത്തുള്ള വേറൊരു ബ്യൂട്ടി എന്താന്ന് വെച്ചാൽ, നിസ്കാരത്തിലെ ഓരോ സ്റ്റേജിലും ഈ റിമൈൻഡർ ഉണ്ട്, അല്ലെ? നമ്മൾ ആദ്യം തക്ബീറിന് വേണ്ടി കൈ കെട്ടി കഴിഞ്ഞിട്ട് റുക്കോയിലേക്ക് പോകുമ്പോൾ റിമൈൻഡർ ഉണ്ട്. എത്തിദാലിലേക്ക് വരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് റിമൈൻഡർ ഉണ്ട്. വീണ്ടും അള്ളാഹു, ഓരോ പ്രാവശ്യവും നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അള്ളാഹു അക്ബർ. ഇപ്പൊ ഈ ചിന്തിക്കുന്നതിനേക്കാളും വലുത് റബ്ബാണ്. ജമാഅത്തിലാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത് ഒച്ചത്തിൽ നമുക്ക് ആ റിമൈൻഡർ കിട്ടുന്നുണ്ട്, അല്ലെ? പക്ഷെ നമ്മളോ ഒരു പ്രോഗ്രാം ചെയ്ത റോബോട്ടിനെ പോലെയാണ്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പോസ്ചർ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു റിമൈൻഡർ മാത്രം, അല്ലെ? നേരെ നിൽക്കുകയാണെങ്കിൽ കുനിയാണെങ്കിൽ നിവരാനുള്ള, നിവർന്നതാണെങ്കിൽ സുജൂദ് പോവാനുള്ള ഒരു റിമൈൻഡർ മാത്രമാണ്. അതിന്റെ ആ ഒരു എന്താ പറയാ, മൈൽ സ്റ്റോൺ മാത്രമാണ് അള്ളാഹു അക്ബർ. അല്ലാതെ ഞാനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിനേക്കാൾ വലുതാണ് റബ്ബ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലേ അല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? അള്ളാഹു പറയണ വഖൂമു ലില്ലാഹി ഖാനിതീൻ. നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ അള്ളാഹിന്റെ അടുത്ത് സഹായം ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവന്റെ കാരുണ്യം ചോദിച്ചിട്ട് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, എങ്ങനെയാ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സോൾവ് ആവാൻ പോണേ? എങ്ങനെയാ നമ്മളെ കാര്യങ്ങൾ ഈസി ആവാൻ പോകുന്നത്? ഒരിക്കലും ആവില്ല, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹാബിറ്റ് ആയിരുന്നു, എന്ത് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും നമസ്കാരത്തിലേക്ക് ഓടുക എന്നുള്ളത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമസ്കാരം ഖുർറത്ത് അയ്നായത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നങ്ങളായിരുന്നു. അപ്പോഴൊക്കെ നമസ്കാരത്തിലേക്ക് ഓടുമ്പോൾ എളുപ്പങ്ങളുടെ മേലെ എളുപ്പങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്നു. അങ്ങനെ നമസ്കാരങ്ങൾ ഖുർറത്ത് അയ്നായിരുന്നു. നമുക്ക് നമസ്കാരങ്ങൾ ബാധ്യതയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലെ? അപ്പം അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ?
വഖൂമു ലില്ലാഹി ഖാനിതീൻ. ഇവിടെ നമ്മുടെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ചിന്തകൾ മീഡിയോക്കർ ചിന്തകളാണ്. അതായത് ഒരു ലെവലിന്റെ മേലേക്ക് ഒരിക്കലും നമ്മുടെ ചിന്തകൾ പോവാറില്ല. നമുക്കിത് മതി, ഉള്ളത് കൊണ്ട് ഹാപ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യാനില്ല, നമുക്ക് വലിയ വലുതൊന്നും കിട്ടാനുമില്ല. ഇനി അഥവാ എന്തെങ്കിലും ജീവിതത്തിൽ മുട്ടി നിൽക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ആ പ്രശ്നത്തോടു കൂടി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് അല്ലെ. എനിക്ക് ഭയങ്കര ക്ഷമയാന്ന് നമ്മൾ പറയുകയും ചെയ്യും. ആ പ്രശ്നം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു അവസ്ഥയിലേക്ക് എത്താൻ, ഇപ്പം ദുനിയാവിയായിട്ടുള്ള കാര്യമാണെങ്കിലും ആഖിറത്തിലെ കാര്യമാണെങ്കിൽ പോലും ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ എത്തണം എന്ന് നമുക്ക് ചിന്ത ആഖിറത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ദുനിയാവിൽ നമുക്ക് ഏറ്റവും ഉയർന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഒരുപക്ഷെ ഒരാളും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത, ഒരാളും ചെയ്തിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പക്ഷേ സൊല്യൂഷൻസ് ഉണ്ടാവില്ല, എന്ത് ചെയ്യണം നമുക്ക് അറിയുണ്ടാവില്ല. അപ്പൊ നമുക്ക് റബ്ബിനോട് ചോദിച്ചേ മതിയാവും. റബ്ബിനോട് ചോദിക്കേണ്ട പോലെ ചോദിക്കണ്ടേ. പക്ഷെ നമ്മൾ എന്താ ഉള്ളത് കൊണ്ട് ഹാപ്പിയാണ്. സുബ്ഹാനല്ലാഹ്. ദുനിയാവ് ഉള്ളത് കൊണ്ട് ഹാപ്പി ആവുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷെ ആഖിറം നമ്മൾ ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ട് എന്ത് ധൈര്യമാണ് നമുക്കുള്ളത്. കാരണം നമ്മുടേതൊക്കെ ലീക്കിംഗ് ബക്കറ്റ്സ് ആണ് അല്ലെ. നമ്മൾ ചെയ്തു വെച്ചതൊക്കെ ചോർന്നു പോയതാണ്, പലതും ചോർന്നു പോയിട്ടുണ്ട്, പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഉള്ളത് കൊണ്ട് മതി എന്ന് വിചാരിക്കുമ്പോൾ, അധികം നമ്മൾ പ്രവർത്തിക്കേണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ, നമ്മളെ കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ എന്ത് അഹങ്കാരം, എന്ത് ധൈര്യമാണ് നമുക്കുള്ളത്, കൊണ്ടുപോകാൻ ഒരുപാടുണ്ടെന്ന്. അപ്പൊ നമ്മൾ ഒരുപാട് പ്രവർത്തിക്കണമെങ്കിൽ അല്ലെ, ഒരുപാട് വലിയ എയിം നമുക്ക് പരലോകത്തിനെ കുറിച്ച് ഉണ്ടാവണമെങ്കിൽ ഈ ലോകത്ത് നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. അതിനനുസരിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് റബ്ബിന്റെ സഹായം സീരിയസ് ആയിട്ട് കിട്ടണം. ഇപ്പൊ കിട്ടുന്ന പോലെ, ഇപ്പൊ നമ്മൾ തോന്നിയ പോലെ നിസ്കരിച്ചിട്ട് തന്നെ നമുക്ക് അള്ളാഹു ഇത്രയും സഹായം തരുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും കോൺസെൻട്രേഷനോട് കൂടി നമസ്കരിക്കുമ്പോൾ അല്ലെ, ശരിക്കും അള്ളാഹുവിന്റെ അടുത്ത് മനസ്സറിഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് എത്ര വലിയ കാര്യങ്ങൾ ചെയ്യലും ഈസിയാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അതിനുള്ള മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്, സ്വഹാബാക്കൾ കാണിച്ചു തന്നിട്ടുണ്ട്. അവരൊന്നും ചെയ്തതിന്റെ 7 അയലത്ത് പോലും നമ്മൾ എത്തുന്നില്ല. അവർക്കൊക്കെ എന്താ ധൈര്യം കിട്ടിയത്? അവരുടെ നമസ്കാരങ്ങൾ, അള്ളാഹുവായിട്ടുള്ള കണക്ഷൻ അല്ലെ. അപ്പം സ്വലാത്തുൽ വുസ്ത അള്ളാഹു ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അസ്ര പ്രയർ, അസ്ര നമസ്കാരം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഹദീസും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. തിൽക സ്വലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിഖിന്റെ നമസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ നമസ്കാരത്തിനെ പറ്റിയാണ്. യജ്ലിസു യർഖുബു ശംസ ഹത്താ ഇദാ കാനത് ബൈന ഖർന അശ്ശൈതാനി ഖാമ ഫനഖറഹ അർബഅൻ ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീലാ. അതായത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് സൂര്യൻ അസ്തമിക്കാറാവുമ്പോൾ പോയി 4 കൊത്ത് കൊത്തി അല്ലെ, കോഴി കൊത്തുന്ന പോലെ 4 കൊത്ത് കൊത്തി അവൻ നമസ്കരിക്കും. അതിനകത്ത് എന്താണ്? ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീല. അതിൽ അവന് കുറച്ചല്ലാതെ അള്ളാഹുവിനെ ഓർക്കാൻ പറ്റൂല. അത് ആരെ നമസ്കാരമാണ്? ഒരു മുനാഫിഖിന്റെ നമസ്കാരമാണ്. എന്തിനാ അസറിനെ കുറിച്ച് മാത്രം പറയുന്നത് അല്ലെ? നമ്മളെ ബാക്കിയെല്ലാ നമസ്കാരങ്ങളും ഒരു മുത്തഖീന്റെ നമസ്കാരമാണോ? സുബ്ഹാനല്ലാഹ്. കാരണം വളരെ ക്വിക്കായിട്ട് 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നമസ്കരിച്ച് ഭൂമിയിൽ 4 കൊത്തു കൊത്തുന്നത് പോലെ കൊത്തിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എവിടെ അള്ളാനെ ഓർക്കാൻ സമയം നമുക്ക് കിട്ടുന്നത്? സുബ്ഹാനല്ലാഹ്. നമ്മൾ പറയുന്നത് എന്താന്ന് നമുക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുനൂത്ത്, ആ പറഞ്ഞ ഖാനിതീനിലെ കുനൂത്ത് നമുക്ക് എങ്ങനെയാ ഉണ്ടാവുക? നമ്മൾ തിരക്ക് പിടിച്ച് നമസ്കരിക്കുമ്പോൾ, നമസ്കാരം വൈകിച്ച് അവസാന നിമിഷത്തേക്ക് വെക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ കുനൂത്ത് ഉണ്ടാവുന്നത്? സുബ്ഹാനല്ലാഹ്. എങ്ങനെയാ നമുക്ക് അള്ളാഹിനെ ഭയം ഉണ്ടാവുന്നത്? എങ്ങനെയാ ഖുശൂ ഉണ്ടാവുന്നത്? സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഫാത്തിഹ 80 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ ഓടുന്നുണ്ടെങ്കിൽ, ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആരും ഇതിൽ നിന്ന് മോചിക്കപ്പെട്ടവരല്ല എന്നുള്ളത് കൊണ്ടാണ്. അൽഹംദുലില്ലാഹ്, ആരെങ്കിലും ഇതിന് രക്ഷപ്പെട്ടവരുണ്ടെങ്കിൽ ബാറക്കല്ലാഹു ഫീക്ക്. അപ്പം 80 km/h നമ്മൾ ഫാത്തിഹ ഓതുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാ, നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയുന്നത് അല്ലേ? നമ്മൾ അതുപോലെ ഡ്രൈവ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. 80 കിലോമീറ്റർ അല്ലെങ്കിൽ 100 km/h ഡ്രൈവ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ സൈഡിലെ സൈൻ ബോർഡ് പോലും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ കാണാണ്ടാത്ത സിറ്റുവേഷനിലേ നമുക്ക് അങ്ങനെ ഓടിക്കാൻ പറ്റുള്ളൂ അല്ലേ? വല്ല നാഷണൽ ഹൈവേ പോലത്തെ സ്ഥലങ്ങളെ നമുക്ക്, കാരണം അതിന് സൈൻ ബോർഡിന്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ നോക്കിയാൽ മതി എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഓടിക്കുന്നത് അവിടെ. പക്ഷെ അതേപോലെ നമസ്കരിക്കുമ്പോൾ അതിനകത്തുള്ള വാക്കുകളും അതിനകത്തുള്ളതൊന്നും നമുക്ക് കിട്ടൂല അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ റഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടേക്ക് എത്തിച്ചു വെക്കുന്നത് എന്തിനാ? നമസ്കാരങ്ങൾ. പലപ്പോഴും നമ്മളൊക്കെ ശരിക്കും ഹൃദയം കൊണ്ട് ഒരുപാട് ജനറസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഭയങ്കര ഔദാര്യമുള്ള അല്ലെ, പൈസ ഒന്നും ഇല്ലെങ്കിലും കൊടുത്താ റബ്ബ് തരും എന്നൊക്കെ വിചാരമുള്ള, നല്ലപോലെ ആവശ്യമായിട്ട് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമസ്കാരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സമയത്തിന് നമുക്ക് ഭയങ്കര പിശുക്ക. ഇതിപ്പോ നീട്ടി നിസ്കരിച്ചാൽ 2 റക്അത്ത് സുന്നത്ത് മുമ്പിലും ബാക്കിലും ഒക്കെ നിസ്കരിച്ചാൽ കുറേ സമയം എടുക്കും. നമ്മൾ ഓരോ റക്അത്തിലും ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ കുറേ സമയം എടുക്കുന്ന, അത് നമ്മുടെ ഉള്ളിൽ ആ ഒരു പിടുത്തം എപ്പോഴും വരും. കാരണം അവിടെ നമുക്ക് ഭയങ്കര പിശുക്ക. പൈസന്റെ കാര്യത്തിൽ നമുക്കറിയാം അത് കൊടുത്താൽ റബ്ബ് ബർക്കത്ത് തരും, നമ്മൾ അത്
അനുഭവിക്കുന്നുണ്ട്. നമ്മൾ അത് ആക്ച്വലി ടിപ്പായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരും കൂടി അല്ലെ. കുറെ കൊടുത്തു കഴിഞ്ഞാൽ റബ്ബ് കുറെ തന്നോളും. പക്ഷെ ഇവിടെ നിസ്കാരത്തിന്റെ സമയത്തിന്റെ കാര്യത്തിൽ ഇബ്ലീസ് നമ്മളടുത്ത് പറയും, ഇല്ല ഇല്ല അത് ഒരുപാട് നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അപ്പണി നടക്കൂല, ഇപ്പണി നടക്കൂല, അത് ചെയ്യാനില്ല, ഇത് ഭയങ്കര പിശുക്കാ നമുക്ക് അവിടെ. ആ സമയത്തിലും ബർക്കത്ത് തരുന്നവൻ ഇതേ റബ്ബ് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മുടെ റീസൺ ഇതുപോലെയുള്ള കാര്യങ്ങളും ആയിരിക്കും. ഖുർആൻ ക്ലാസ്, പഠനം അല്ലെ, അത് ചെയ്യണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ. റബ്ബ് തരും ബർക്കത്ത്. എന്നെയും കൂടെ ഓർമ്മിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, റബ്ബ് തരും ബർക്കത്ത്. അപ്പം നമ്മൾ കോഴി കൊത്തുന്നത് പോലെ ഓടിപ്പിടിച്ച് തീർക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്. ഇത്തിരിയും കൂടെ ഉണ്ട് അടുത്ത ഒരാഴ്ച, അതും കൂടെ ഞാൻ പറഞ്ഞു നിർത്തട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. 239. فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون. ഇനി നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം കാൽനടക്കാരനായിക്കൊണ്ടോ വാഹനമേറിയവരായിക്കൊണ്ടോ ആവാം. എന്നാൽ നിങ്ങൾ ഭയം നീങ്ങി സമാധാനത്തിലായാൽ നിങ്ങൾക്കറിയുമായിരുന്നില്ലാത്തത് അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതുപോലെ നിങ്ങൾ അവനെ സ്മരിക്കുവിൻ. ഫഇൻ ഖിഫ്തും, നിങ്ങൾ ഭയത്തിൽ അകപ്പെടുന്നുവെങ്കിൽ, ഖ വാവ് ഫ ഖൗഫ് എന്നുള്ള വാക്കിൽ നിന്ന്, പരിജാലൻ അപ്പോൾ കാൽനടക്കാരനായിക്കൊണ്ട്, ഔ അല്ലെങ്കിൽ റുഖ്ബാനൻ വാഹനത്തിന് ഏറിയ നിലയിൽ, റോ കാഫ് ബ. ഫഇദ അമിൻതും ഹംസ മീം നൂൻ, ഇനി നിങ്ങൾ നിർഭയാവസ്ഥയിൽ ആയി കഴിഞ്ഞുവെങ്കിൽ, ഫദ്കുറു പിന്നെ നിങ്ങൾ ഓർക്കുവിൻ, അള്ളാഹുവിനെ, ഖമാ പോലെ, അല്ലമക്കും അവൻ നിങ്ങളെ പഠിപ്പിച്ച, മായാതൊന്ന്, ലം തക്കൂനു നിങ്ങളായിരുന്നില്ല, തഅലമൂൻ നിങ്ങൾ അറിയുന്നവർ. ഫഇൻ ഖിഫ്തും നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഭയത്തിന്റെ ഒരു അവസ്ഥയിലാണെങ്കിൽ, ഫരിജാലൻ അത് നിങ്ങൾ നടക്കുന്നവരായിക്കൊണ്ടോ, ഔ റുക്ബാനൻ അല്ലെങ്കിൽ വാഹനം, അതായത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരായിക്കോട്ടോ. റിജാൽ എന്ന് പറയുന്നത് റാജിലിന്റെ പ്ലൂരലാണ്. റാജിൽ എന്ന് പറഞ്ഞാൽ പെഡസ്ട്രിയൻ, കാൽനട യാത്രക്കാരൻ, നടന്നു പോകുന്ന ആള്. റുഖ്ബാൻ എന്ന് പറയുന്നത് റാക്കിബിന്റെ പ്ലൂരലാണ്. റാക്കിബ് എന്ന് പറഞ്ഞാൽ ഒരു റൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ഒരു ആള്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഭയത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് അതിനെ ഒരു കുനൂത്തോടുകൂടി ശ്രദ്ധയോടുകൂടി നിങ്ങൾക്ക് നമസ്കരിക്കാൻ പറ്റുന്നില്ല, കാമായിട്ട് സമാധാനമായിട്ട് നമസ്കരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരു സ്വസ്ഥമായിട്ട് ഒരാള് ഭയങ്കര ഭയത്തിലാന്ന് വെക്കാം, ഒരു ശത്രു അറ്റാക്ക് ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ ഇപ്പം ഒരു വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ഭൂമി കുലുക്കം, അതല്ലെങ്കിൽ ഇപ്പം ഈ കൊടുങ്കാറ്റുകൾ വരാറുണ്ട് അല്ലെ, ടൊർണാഡോസ്, അങ്ങനെ പല പല രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമസ്കരിച്ച് അല്ലെ അവിടുന്ന് ഒരു രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ചിലപ്പോൾ ഓടിക്കൊണ്ട്, നടന്നുകൊണ്ട്, വണ്ടി ഓടിച്ചുകൊണ്ട് നമസ്കരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാം. കാരണം അവര് എത്തേണ്ട സ്ഥലത്ത് എത്തട്ടെ എന്ന് വിചാരിക്കുമ്പോഴേക്ക് ചിലപ്പോൾ നമസ്കാരം നഷ്ടപ്പെട്ടു പോയേക്കാം. അപ്പൊ അള്ളാഹു എന്താ പറയുന്നത്, നിങ്ങൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിങ്ങൾ നമസ്കരിക്കുക. നടക്കുന്നവനാണെങ്കിൽ നടക്കുന്നവനായിക്കൊണ്ട് നമസ്കരിക്കുക, ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ, വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ വണ്ടി ഓടിക്കുന്നവനാണ് ആയിക്കൊണ്ട് നമസ്കരിക്കുക. കാരണം നിങ്ങൾക്ക് നിർത്താൻ പറ്റൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ഇതുപോലെയുള്ള പല സാഹചര്യങ്ങളും, പേടിച്ചോടുന്ന സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പം എനിക്കൊന്നും വളരെ കോമൺ ആയിട്ട് എല്ലാ കൊല്ലവും ഇപ്പൊ ചെന്നൈ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാ കൊല്ലം വരാറുണ്ട് ഈ ടൊർണാഡോ പോലെ കൊടുങ്കാറ്റ്. അപ്പം ഇതുപോലെ റോട്ടിലൊക്കെ പെട്ടുപോയാൽ, ഇതിനകത്ത് പെട്ടുപോവോ, വെള്ളം കയറുമോ എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ ഓടിച്ച് ആ ഒരു സ്ഥലത്ത് എത്തേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. അപ്പോൾ നമുക്ക് നമസ്കാരം നഷ്ടപ്പെടുത്താൻ പറ്റുമോ? പറ്റൂല അല്ലെ. നമസ്കാരം ആ ഒരു അവസ്ഥയിൽ പോലും നഷ്ടപ്പെടുത്താൻ പറ്റൂല. എങ്ങനെയാണോ അപ്പൊ പറ്റുക അങ്ങനെ നമസ്കരിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ വളരെ നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അല്ലെ, വീട്ടിലിങ്ങനെ ലാവിഷായിട്ട് കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മടി പിടിച്ച് നമ്മൾ നമസ്കരിക്കാത്ത കാര്യമോ? സുബ്ഹാനല്ലാഹ്. ഇത്രയും പ്രയാസമുള്ള കാര്യത്തിൽ നടന്നും ഓടിയും കൊണ്ട് നിസ്കരിക്കാൻ റബ്ബ് പറയുമ്പോൾ നമ്മൾ വളരെ ലാവിഷായിട്ട് സുഖിച്ച് എല്ലാ പണിയും കഴിഞ്ഞ് വീട്ടിലിരുന്നിട്ട് നമ്മൾ വൈകിപ്പിക്കുന്ന കാര്യത്തിലോ? സുബ്ഹാനല്ലാഹ്. നമസ്കാരം നമുക്ക് ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന, ഡിലേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലെ. നമ്മൾ ചിന്തിക്കണം. ഫരിജാലൻ റുക്ബാന ഫഇദാ അമിൻതും, എന്നിട്ട് നിങ്ങൾ സേഫ് ആയാൽ, ഓക്കെ, ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി സേഫ് ആയാൽ, ഫദ്കുറുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. എന്തിനു വേണ്ടിയിട്ട്? കമാ അല്ലമക്കും മാ ലം തകൂനു തഅലമൂൻ, കാരണം അവന് നിങ്ങൾക്ക് അറിയാത്തത് പഠിപ്പിച്ചു തന്നവരാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങളുടെ ഭയം മാറിക്കഴിഞ്ഞാൽ, നിങ്ങൾ നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക, കാരണം അവൻ നിങ്ങൾക്ക് അറിയാത്തത് പഠിപ്പിച്ചു തന്നു. ഇവിടെ ദിക്ർ എന്ന് പറയുന്നത് നമസ്കാരമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് വേറൊരു അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ഒക്കെ അള്ളാഹുവിനെ ഓർക്കുന്നതും കൂടെ. ഓക്കെ, എന്തിനാ ഓർക്കേണ്ടത്? അള്ളാഹു നമുക്കറിയാത്തത് നമ്മളെ പഠിപ്പിച്ചു തന്നു. ഇൽമ. സുബ്ഹാനല്ലാഹ്. ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് അല്ലെ ഹിദായ, ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ്. സുബ്ഹാനല്ലാഹ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് നമ്മളെ പഠിപ്പിച്ചു തന്നു. നമസ്കാരത്തെക്കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, തൊലാഖിനെ കുറിച്ച്, കുട്ടികളെ കുറിച്ച് എല്ലാം അള്ളാഹു പഠിപ്പിച്ചു തന്നു. അള്ളാഹു പഠിപ്പിച്ചത് കൊണ്ടല്ലേ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നത്. സുബ്ഹാനല്ലാഹ്, ലോകം മുഴുവനും അതറിയാത്തതിന്റെ പേരിൽ പല തെറ്റുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ നമുക്ക് ഉറപ്പായിട്ടും ഇതാ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മുമ്പിൽ ഒരു മാർഗമുള്ളത് എന്തുകൊണ്ടാ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തന്നത് കൊണ്ട്, അള്ളാഹു പഠിപ്പിക്കാൻ വേണ്ടി നമ്മളെ തെരഞ്ഞെടുത്തത് കൊണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ സേഫ് ആയിരിക്കുമ്പം അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, ഇൽമിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഭയമുള്ള സമയത്ത് പോലും നിങ്ങൾക്ക് നമസ്കരിക്കാൻ പറ്റും, നമസ്കരിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അല്ലേ. അവന്റെ കൽപ്പനകൾ തൊലാഖ്, അത് വളരെ ജീവിതത്തിൽ അങ്ങേയറ്റം പ്രയാസമേറിയ സാഹചര്യങ്ങളിൽ പോലും തൊലാഖിന്റെയും അല്ലെ അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അവനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? അവൻ നിങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടാ. അതുകൊണ്ട് അത് നിങ്ങൾ മറക്കല്ലേ. കമാ അല്ലമക്കും മാ ലം തകൂനു തഅലമൂൻ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ലെസൺ അല്ലേ, നല്ല പിടിച്ചു കുലുക്കുന്ന ലെസൺസ് ഉള്ള ഒരു സെറ്റ് ഓഫ് ആയത്തുകളാണ്. സുബ്ഹാനല്ലാഹ്. നമസ്കാരത്തിന് ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ നമുക്ക്. സുബ്ഹാനല്ലാഹ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നമസ്കാരങ്ങൾ നമുക്ക് ഏറ്റവും തൃപ്തിയുള്ള പോലെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഉത്തരവാദിത്തം, ആ ഒരു ബാധ്യത ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അതിനകത്തുള്ള ഓരോ വാക്കിന്റെയും അർത്ഥങ്ങൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഖുശൂവോട് കൂടി നമസ്കരിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സ്വലാത്തുൽ അസ്റിന്റെയും ഫജറിന്റെയും കാര്യം ഓർക്കുക. കാരണം നമ്മളൊക്കെ അള്ളാഹുവിന്റെ വജ്ഹ് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്, സംസാരത്തെ പറയുന്നവരാണ്. പക്ഷെ അതിനുള്ള എഫേർട്ട് നമ്മൾ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ നമ്മൾ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ മുനാഫിഖിന്റെ നമസ്കാരങ്ങളാണ് ഇപ്പോഴും നമ്മളുടെ അതിലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാക്കട്ടെ നമ്മളെയും നമ്മുടെ വരുന്ന തലമുറകളെയും ഇത്തരത്തിലുള്ള അവസ്ഥകളെ തൊട്ട് റബ്ബ് കാക്കട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشى ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.